നരസിംഹത്തിൽ മോഹൻലാലെ കിട്ടാതെ പോയ സിവിൽ സർവീസ്, മമ്മൂട്ടി കാറ് കത്തിക്കുന്ന IAS കഥാപാത്രങ്ങൾ. നമ്മളെ ടീച്ചർമാർ പഠിപ്പിക്കുന്നതല്ല നമ്മൾ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ചെയ്യുന്നത്. ഇപ്പോൾ മേം ഉപയോഗിക്കുമ്പോൾ ഹും ഉപയോഗിക്കണമെന്ന് നമ്മുടെ ഹിന്ദി ടീച്ചർ പഠിപ്പിക്കാറുണ്ട്. ഇതും കൊണ്ട് നോർത്ത് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ജീവിച്ചു പോകാൻ പറ്റത്തില്ല. അവിടെ ചെന്നിട്ട് ചോദിക്കുക, അപ്പോൾ ഇൻ്റർവ്യൂ പോലെ ഇരിക്കുന്ന ചോദിക്കുന്നത് ഏത് വേണം, IAS വേണോ, IPS വേണോ, IFS വേണോ, IRS വേണോ, സാമി ടു. അപ്പോൾ സാമി പറയുന്നു IPS മാത്രം മതി. ഉടനെ ഒരു സീൽ എടുക്കുന്നു, IPSൻ്റെ സീൽ എടുക്കുന്നു, അടിക്കുന്നു, കൊടുക്കുന്നു. അപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂവിന് ഒരു പക്ഷേ നല്ല മാർക്ക് കിട്ടാൻ കാരണം UPSC ഇൻ്റർവ്യൂവിന് കിട്ടാൻ കാരണം ഈ ഒരൊറ്റ ആൻസർ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. UPSC ചോദിച്ച ചോദ്യമാണ്, ഇൻ്റർവ്യൂ ചോദിച്ച ചോദ്യമാണ്, ഒരു ഫ്രിഡ്ജിൽ ആനയെ എങ്ങനെ വെക്കാം, ഒരു മുട്ട തറയിൽ വീണാൽ എന്ത് സംഭവിക്കും. പിന്നീട് സിവിൽ സർവീസ് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ട്രെയിനിങ് അക്കാഡമി ചെല്ലുന്ന സമയത്ത് എനിക്കൊരു ഓഫർ ലെറ്റർ കിട്ടി. കേരള PSC ഞാൻ 8 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു പരീക്ഷ ജലഗതാഗത വകുപ്പിൽ പിയൂണായിട്ട് എന്നെ പോസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഓഫർ ലെറ്ററാണ്. 10ാം ക്ലാസ് നമ്മൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് തോറ്റ അതോടെ ആ ആളുടെ കോൺഫിഡൻസ് തീരും. ചിലപ്പോൾ ലൈഫ് തന്നെ ചില കുട്ടികൾ അങ്ങനെയും എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. 10ാം ക്ലാസ്സിൽ കണക്ക് തോറ്റിട്ടും എല്ലാ കണക്ക് കൂട്ടലും തെറ്റിച്ച് ഒരു സിവിൽ സർവീസ് ഓഫീസറാണ് ഇപ്പോൾ നമ്മുടെ കൂടെ. ഹൗ ഡിഡ് യു ഇതിലുള്ളത്? അതിന് എനിക്ക് ചോദിക്കാനുള്ളത് തന്നെയാണ്, ഹൗ ഡിഡ് യു? താങ്ക് യു. 10ാം ക്ലാസ്സിൽ മാത്രമല്ല, ചെറിയ ക്ലാസ്സിലും തോറ്റാണ് വന്നിട്ടുള്ളത്. എന്നെ കേൾക്കുന്നവർക്ക്, കാണുന്നവർക്ക് ഒക്കെ ഒരുപക്ഷെ എൻ്റെ ജീവിതം അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ തോറ്റ് വന്ന ഒരാളാണ്. ഇപ്പം സാഗർ കോട്ടപ്പുറം എന്ന മോഹൻലാലിൻ്റെ കഥാപാത്രം പറഞ്ഞ പോലെ വഴി ചോദിച്ചു പോകാൻ എന്ന് പറയുന്ന പോലെ ഞാനും ഇങ്ങനെ ജീവിതത്തിൽ തോറ്റ് ജയിച്ച ഒരാളാണ്. ചെറിയ ക്ലാസ്സുകളിൽ തോക്കുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. നിങ്ങളെ ക്ലാസ്സിൻ്റെ ഏറ്റവും അവസാന ബെഞ്ചിൽ കൊണ്ടിരുത്തും. പക്ഷേ അവസാന ബെഞ്ചിൽ നിന്ന് 1ാം ബെഞ്ചിലേക്ക് വരണമെങ്കിൽ കുറച്ച് കഷ്ടപ്പാടുണ്ട്. എൻ്റെ ഒരു മലയാളം ടീച്ചറാണ് എന്നെ ഇങ്ങനെ അവസാനത്തെ ബെഞ്ചിൽ നിന്ന് പൊക്കിയെടുത്ത് 1ാമത്തെ ബെഞ്ചിൽ കൊണ്ടിരുത്തിയത്. 1ാമത്തെ ബെഞ്ചിൽ കൊണ്ടിരുത്തിയപ്പം ഞാൻ വിചാരിച്ചിരുന്നത് പഠനം എന്നാൽ കാണാതെ പഠിക്കുക എന്നുള്ളതാണ്. എൻ്റെ ജനറേഷനിലുള്ള എല്ലാവരും അത് തന്നെയാണ് ചെയ്തിരുന്നത്, കാണാതെ പഠിക്കുക. കാണാതെ പഠിക്കാൻ പറ്റാത്ത ഒരു സബ്ജക്റ്റേ ഉള്ളൂ. അത് ട്രിഗ്നോമെട്രിയും ക്വാഡ്രാറ്റിക് ഇക്വേഷനും പോളിനോമിലും ഒക്കെ കുഴഞ്ഞു കിടക്കുന്ന മാത്തമാറ്റിക്സാണ്. അപ്പം ചെറുപ്പം തൊട്ടേ മാത്തമാറ്റിക്സ് പ്രയാസമാണ്. അക്കാലത്ത് ഞാൻ ചെയ്തുകൊണ്ടിരുന്നൊരു പരിപാടിയുണ്ട്. ഓരോ പരീക്ഷ കഴിയുമ്പോഴും പുസ്തകങ്ങളെല്ലാം ഇരട്ടി വിലയ്ക്ക് തൂക്കി വിറ്റ് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസം ഉണ്ടല്ലോ, ഭയങ്കരമാണ്. അതിപ്പോഴും കുട്ടികൾ ചെയ്യുന്നുണ്ടാവാം. പക്ഷേ പിന്നീട് സിവിൽ സർവീസ് പോലെയുള്ള പരീക്ഷകൾക്ക് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഈ പഴയ പുസ്തകങ്ങളിൽ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്. പ്രത്യേകിച്ച് NCERTയുടെ 6 തൊട്ട് 12ാം ക്ലാസ് വരെയുള്ള പഴയ പുസ്തകങ്ങൾ, വിറ്റ് കളഞ്ഞ പുസ്തകങ്ങൾ പിൽക്കാലത്ത് ഇരട്ടി വില കൊടുത്ത് തിരിച്ചു മേടിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ചെറിയ ക്ലാസ്സുകളിൽ തോറ്റെങ്കിലും കാണാതെ പഠിച്ചപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, 4ാം ക്ലാസ്സിൽ വെച്ചിട്ട് എൻ്റെ സോഷ്യൽ സയൻസ് ടീച്ചർ എന്നോടൊരു സിന്ധു നദീതട സംസ്കാരത്തെക്കുറിച്ച് ഒരു എസ്സേ പറയാൻ പറഞ്ഞു. അപ്പം ഞാൻ സിന്ധു നദീതട സംസ്കാരത്തെക്കുറിച്ച് ഇങ്ങനെ കാണാതെ പഠിച്ച് പറഞ്ഞതിനിടയിൽ ചിത്രം 1/3 നോക്കുക, അതിൽ സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ പല ഭാഗങ്ങൾ കാണാം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞു, അതൊന്നും പഠിക്കേണ്ട കാര്യമില്ല. അപ്പോൾ എനിക്ക് അക്കാലത്ത് എന്താണ് പഠിക്കേണ്ടാത്തത് എന്നറിയില്ലായിരുന്നു. അപ്പം അങ്ങനെ പഠിച്ചു വന്ന് 10ാം ക്ലാസ്സിലെത്തിയപ്പോഴാണ് മനസ്സിലായത് മാത്സ് ഇങ്ങനെ കയ്യിൽ നിന്ന് പോകുന്നു. 9ാം ക്ലാസ്സിൽ തോറ്റു. ഒരു വിധത്തിൽ പരീക്ഷ എഴുതി ജയിച്ചു, ടീച്ചർമാർ ജയിപ്പിച്ചു വിട്ടു. അന്ന് 17 മാർക്ക് മതി 50ൽ ജയിക്കാൻ. 10ാം ക്ലാസ്സിലെ മോഡൽ പരീക്ഷയ്ക്ക് സിവിൽ സർവീസിൽ ഇത്രയും റാങ്ക് മേടിച്ചു, മലയാളത്തിൽ എഴുതി 224 റാങ്ക് മേടിച്ചു, SIക്ക് ഹയസ്റ്റ് മാർക്ക്, ഇൻ്റർവ്യൂവിന് ദേശീയ തലത്തിൽ 2ാം സ്ഥാനം എന്നൊക്കെ പറയാമെങ്കിലും, അല്ലെങ്കിൽ എൻ്റെ ബാക്കിയുള്ള ക്രെഡൻഷ്യൽസ് നോക്കിയാൽ ഡിഗ്രിക്ക് 2ാം റാങ്ക്, +2ന് മലയാളത്തിൽ 100ൽ 100, ഇങ്ങനെ ഒത്തിരി ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും എന്നെ കേൾക്കുന്നവരറിയേണ്ടത് എൻ്റെ പരാജയം കൂടിയാണ്. 10ാം ക്ലാസ്സിലെ മോഡൽ പരീക്ഷയ്ക്ക് തോറ്റപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ സ്കൂളിലെ ഷുവർ ഡിസ്റ്റിങ്ഷനിൽ ഒരാളാണ്. അപ്പോൾ എൻ്റെ പ്രിൻസിപ്പൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒന്നുകിൽ നീ 10ാം ക്ലാസ് ജയിച്ചാൽ മാത്രമേ ജീവിതം കിടക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ജീവിതം ഇടം കൊണ്ട് തീരുകയാണ്. അങ്ങനെയാണ് ഞാൻ വീട്ടിൽ പോയിരുന്ന് പഴയ ചോദ്യ പേപ്പറുകളെല്ലാം ചെയ്ത് പഠിക്കുന്നത്. അതും ചെയ്ത് പഠിച്ചത് മാത്രമല്ല, പഴയ ടെക്സ്റ്റ് ബുക്കുകൾ എടുത്ത് നോക്കുമ്പോൾ ഇതൊക്കെ ഭയങ്കര സിമ്പിളാണ്. നിങ്ങളൊരു വലിയ ക്ലാസ്സിൽ പോയിട്ട് ചെറിയ ക്ലാസ്സിലെ പുസ്തകം എടുത്ത് നോക്കുകയാണെങ്കിൽ എന്ത് പറ്റും? വളരെ സിമ്പിളായിരിക്കും. അപ്പോഴാണ് ആലോചിക്കുന്നത്, ഇത് അക്കാലത്ത് പഠിക്കുമ്പോൾ ഭയങ്കര പ്രയാസമായിരുന്നു. അപ്പോൾ 7ലെയും 6ാം ക്ലാസ്സിലെയും 9ാം ക്ലാസ്സിലേക്ക് ടെക്സ്റ്റ് ബുക്ക്, മാത്സ് ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കുമ്പോൾ വളരെ എളുപ്പമാണ്. പക്ഷേ കുറച്ച് സമയമുള്ളൂ, മോഡൽ പരീക്ഷ കഴിഞ്ഞ് കുറച്ച് സമയമുള്ളൂ പബ്ലിക് എക്സാമിന്. അങ്ങനെ ഒരു 20-25 ദിവസം കൊണ്ട് പഠിച്ചെടുത്ത് ഒരു വിധത്തിലാണ് 10ാം ക്ലാസ് കടന്നത്. പക്ഷേ എനിക്കൊന്ന് ഈ മാത്സ് എന്നെ വിടാതെ പിന്തുടരുന്നുണ്ടാവണം. ഞാൻ UPSC സിവിൽ സർവീസ് പരീക്ഷ എഴുതുന്നതിൻ്റെ തലേ വർഷം വരെ മാത്തമാറ്റിക്സ് പ്രിലിമിനറിയിലില്ല. ഞാൻ എഴുതുന്ന വർഷം കൃത്യമായിട്ട് 2nd ഓപ്ഷനിൽ UPSC കട്ട് ചെയ്തു. അവിടെ കൊണ്ടുവന്ന് ക്വാളിഫയിങ് പേപ്പറായിട്ട് മാത്തമാറ്റിക്സ് കൊണ്ടുവച്ചു, CSAT എന്ന് പറഞ്ഞിട്ട് സിവിൽ സർവീസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അപ്പം ഞാൻ ആലോചിക്കാറുണ്ട്, ഞാൻ +2ൽ സയൻസാണ് എടുത്തത്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം +2ൽ ഹ്യൂമാനിറ്റീസ് എടുക്കണമെന്നായിരുന്നു.
10ാം ക്ലാസ്സിൽ ഇത്രയും നല്ല മാർക്കുള്ള സ്കൂൾ ടോപ്പറായ ഒരു കുട്ടി എന്തിനാണ് ഹ്യൂമാനിറ്റീസ് പോലെയുള്ള സബ്ജക്റ്റ് എടുക്കുന്നതെന്ന് എൻ്റെ സ്കൂളിലെ ടീച്ചേഴ്സ് തന്നെ എന്നോട് ചോദിച്ചു. അങ്ങനെയാണ് ഞാൻ +2-ന് ഹ്യൂമാനിറ്റീസ് എടുക്കാതെ സയൻസ് വീണ്ടും എടുക്കുന്നത്. സയൻസ് വീണ്ടും എടുക്കുമ്പോഴേ എനിക്കറിയില്ലായിരുന്നു എന്തൊരു മാത്തമാറ്റിക്സ് ഒരു കോമ്പിനേഷനായിട്ട് വരുമെന്ന്. വീണ്ടും പോളിനോമിയൽ, വീണ്ടും ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, വീണ്ടും ഡിഫറൻസിയേഷൻ. ഫസ്റ്റ് ഇയറിൽ തോറ്റു, പക്ഷേ സെക്കൻഡ് ഇയറിൽ +2-ന് ജയിച്ചു, മാത്സ് ജയിച്ചു. പക്ഷേ അന്ന് പഠിച്ച മാത്സ് എനിക്ക് പിന്നീട് പ്രയോജനം ചെയ്തത് സിവിൽ സർവീസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പിന്നീട് ഏറ്റവും രസകരമായ കാര്യം, ഞാനൊരു കാലത്ത് വിശ്വസിക്കുന്നത് മാത്സ് എനിക്കെതിരും ഞാനൊരു കാരണവശാലും മാത്സുമായിട്ട് ഒത്തുചേർന്ന് പോകില്ലെന്ന്. ഡിഗ്രി കഴിഞ്ഞോണ്ട് എനിക്ക് ആദ്യം ജോലി കിട്ടിയത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിലാണ്, വീണ്ടും കണക്കിൻ്റെ ലോകത്ത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ കണക്കിൽ നിന്ന് എത്രത്തോളം ഒളിച്ചോടുന്നുവോ അത്രത്തോളം കണക്കെന്നെ രഹസ്യമായിട്ട് പിന്തുടരുന്നുണ്ട്. അങ്ങനെയാണ് മാത്സിനെ ഞാൻ വരുതിയിലാക്കാൻ ശ്രമിച്ചത്. ബാങ്ക് എക്സാം കിട്ടി. ബാങ്ക് എക്സാമിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, റീസണിങ് ഉണ്ട്, അതെല്ലാം മാത്സാണ്. ബാങ്കിൽ ജോലി ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് വളരെ സിമ്പിളാണ്. നമ്മളെ ടീച്ചർമാർ പഠിപ്പിക്കുന്നതല്ല നമ്മൾ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ചെയ്യുന്നത്. ഇപ്പോൾ മേം ഉപയോഗിക്കുമ്പോൾ ഹും ഉപയോഗിക്കണമെന്ന് നമ്മുടെ ഹിന്ദി ടീച്ചർ പഠിപ്പിക്കാറുണ്ട്. ഇതും കൊണ്ട് നോർത്ത് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ നമുക്കവിടെ ജീവിച്ചു പോകാൻ പറ്റത്തില്ല. അതേപോലെ തന്നെയാണ് മാത്സ്. നമ്മൾ പോളിനോമിയലും ട്രിഗ്നോമെട്രിയും സൈൻ തീറ്റയും കോസ് തീറ്റയും ഒക്കെ പഠിച്ചിട്ട് ഏതെങ്കിലും ഒരു മാത്സിൻ്റെ ലോകത്തേക്ക് ഇപ്പോൾ ബാങ്കിലോ വേറെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. പഠിച്ചിട്ട് ഏറ്റവും പ്രയോജനം ഉണ്ടായ എന്താ ഇപ്പോൾ? പഠിച്ചിട്ട് ഏറ്റവും പ്രയോജനമുണ്ടായത് തനിയെ പഠിച്ചെടുത്തതാണ് ഇംഗ്ലീഷും ഹിന്ദിയും. ഈ 2 ലാംഗ്വേജും, മറ്റൊന്ന് ലോജിക്കൽ റീസണിങ്. ഇതൊക്കെ ഞാൻ തനിയെ ചോദ്യങ്ങൾ ചെയ്ത് പഠിച്ചപ്പോൾ ഇതൊക്കെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ എന്തൊക്കെ പഠിച്ചാലും, ഡിഗ്രി പഠിച്ചാലും PG പഠിച്ചാലും PhD ചെയ്താലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് പോകുമ്പോൾ അതിൻ്റേതായ ഒരു സിലബസ് ഉണ്ട്. ആ പർട്ടിക്കുലർ സിലബസ് പഠിക്കണം. അപ്പോൾ അവിടെ വേണ്ടത് എന്താണ്, ആ പർട്ടിക്കുലർ എക്സാമിന് വേണ്ട ഒരു ആട്രിബ്യൂട്ട്സാണ് നമ്മൾ പഠിച്ചെടുക്കേണ്ടത്. അപ്പോൾ അത് പഠിച്ചു തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇതാണ് യഥാർത്ഥത്തിൽ ലൈഫിലേക്ക് വേണ്ടത്. ക്രിയേറ്റീവ് സെൻസ്, ഇൻറ്ററാക്ഷൻ സ്കില്ല്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഇതൊന്നും ഞാൻ സ്കൂളിൽ നിന്നല്ല പഠിച്ചത്. സ്കൂളിലൊരു പ്രസംഗ മത്സരത്തിന് പോകുന്നു, അല്ലെങ്കിൽ ഒരു കഥാമത്സരത്തിന് പോകുന്നു, അല്ലെങ്കിൽ ഒരു സ്കൂളിലെ ടോപ്പർ ആവുന്നു. ഇതല്ല പിന്നീട് റിയൽ ലൈഫിൽ ഞാൻ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ എഴുതിയപ്പം കിട്ടിയൊരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഒരു പരിധിവരെ എത്തിക്സ് ആൻഡ് ഇൻറ്റഗ്രിറ്റി തുടങ്ങിയ പേപ്പറുകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചപ്പം ലൈഫിലെ പല ലെസൺസും നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ കൂടിയും നമ്മളുടെ നരേറ്റീവ് സ്കിൽസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഇപ്പോൾ ഇൻ്റർവ്യൂവിലൊക്കെ ഏറ്റവും കൂടുതൽ ചെക്ക് ചെയ്യപ്പെടുന്നത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസാണ്. ഉദാഹരണത്തിന് രാജാ രവിവർമ്മയെക്കുറിച്ച് എന്നോട് സിവിൽ സർവീസ് ഇൻ്റർവ്യൂവിൽ ചോദ്യം ചോദിച്ചു. അപ്പോൾ ഞാൻ അതിന് നൽകിയ മറുപടിയാണ് എനിക്ക് ഏറ്റവും സംതൃപ്തി തോന്നിയൊരു മറുപടി. അവിടെ ഒരു ഹിസ്റ്ററി പ്രൊഫസറാണെന്ന് തോന്നുന്നു, അദ്ദേഹം എന്നോട് ചോദിച്ച ചോദ്യം, രാജാ രവിവർമ്മ ഇന്ത്യയുടെ ചിത്രരചനയ്ക്ക് മുഴുവനായി ചെയ്ത കോൺട്രിബ്യൂഷൻ എന്താണ്? അപ്പോൾ ഞാൻ അദ്ദേഹത്തോട്, ഈ രാജാ രവിവർമ്മയാണ് ആദ്യമായിട്ട് ഈ പ്രിൻറ്റഡ് പിക്ചേഴ്സ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. പിന്നെ പുരാണങ്ങളിലുള്ള ദേവീദേവന്മാർക്ക് ആദ്യമായിട്ടൊരു മനോഹരമായ മുഖം നൽകി ഒരു വിസിബിളാക്കിയതും രാജാ രവിവർമ്മയാണ്. രണ്ടൊരു നമ്മുടെ ഒരു കൾച്ചറിനെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഹെറിറ്റേജിനുമായിട്ട് ബന്ധപ്പെട്ട് രാജാ രവിവർമ്മയുടെ ഇതൊക്കെ പറഞ്ഞിട്ടും അദ്ദേഹത്തിന് സാറ്റിസ്ഫൈഡ് അല്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു വേർഡാണ്, രാജാ രവിവർമ്മ എന്ന ആൾ രാജാക്കന്മാരിലെ ചിത്രകാരനും ചിത്രകാരന്മാരിലെ രാജാവുമായിരുന്നു. ഹീസ് എ കിങ് എമംഗ് ദ പെയിൻറ്റേഴ്സ് ആൻഡ് പെയിൻറ്റർ എമംഗ് ദ കിങ്. അപ്പം ഇതേപോലെ തന്നെ ആ ഇൻ്റർവ്യൂവും ചോദിച്ചു. ഇത് സ്പോട്ടിൽ എനിക്ക് പെട്ടെന്ന് വന്നതാണ്. അപ്പം ഞാൻ അത്രയും നേരം പറഞ്ഞ ഫാക്ട്സ് അല്ല എൻ്റെ ആ ഇൻ്റർവ്യൂ ചോദിച്ച ആളെ ഇമ്പ്രസ് ചെയ്തത്. ഞാൻ ഈ പറഞ്ഞ ഒരൊറ്റ സെൻറ്റൻസാണ് അത് ഇമ്പ്രസ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു അതെന്തേ അങ്ങനെ? അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ അദ്ദേഹം കിളിമാനൂർ കൊട്ടാരത്തിലെ ഒരു രാജകുടുംബാംഗമായിരുന്നു. അപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂവിന് ഒരു പക്ഷേ നല്ല മാർക്ക് കിട്ടാൻ കാരണം UPSC ഇൻ്റർവ്യൂവിന് കിട്ടാൻ കാരണം ഈ ഒരൊറ്റ ആൻസർ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതേപോലെ എന്നോട് വേറൊരു ചോദ്യം ചോദിച്ചു, ഒരാളെ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഒരാൾ 15 കൊല്ലക്കാലം ജയിലിൽ കിടക്കുന്നു, 16ാമത്തെ കൊല്ലം അയാളെ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നു. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പോൾ ഞാനിങ്ങനെ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയതാണ്, 15 കൊല്ലം ഒരാൾ ജയിലിൽ കിടക്കുന്നു, അപ്പോൾ അയാൾ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നു 16ാം കൊല്ലം. അപ്പോൾ അയാൾ ഓൾറെഡി അതിനകത്ത് ക്വസ്റ്റ്യൻ അണ്ടർസ്റ്റുഡ് ആണ്. അയാൾ ജീവപര്യന്തം തടവ് 12 കൊല്ലക്കാലമുള്ള തടവ് ഓൾറെഡി അനുഭവിച്ച് കഴിഞ്ഞിരിക്കുന്നു. അപ്പം ജീവപര്യന്തം തടവ് ഓൾറെഡി അനുഭവിച്ച ഒരാളെ, 12 കൊല്ലക്കാലം ശിക്ഷ അനുഭവിച്ച ഒരാളെ വീണ്ടും അതേ ശിക്ഷയ്ക്ക് വേണ്ടി തൂക്കിക്കൊള്ളണോ? അപ്പോൾ ഞാൻ കൊടുത്ത ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം, സാർ ഇതൊരു റയറസ്റ്റ് ഓഫ് ദ റയർ ഒക്കേഷൻ കേസ് ആണെങ്കിൽ ഒരുപക്ഷേ ഈ കേസിൻ്റെ എന്ത് തരത്തിലുള്ള കുറ്റമാണ് എന്നതിനെ ആശ്രയിച്ച് അയാളെ വധശിക്ഷയ്ക്ക് വിധിക്കാം. അപ്പം എന്ന് വെച്ചാൽ വേറെ എന്തെങ്കിലും പോയിൻ്റ് ഉണ്ടോ? ഞാൻ പെട്ടെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, സാർ ഡബിൾ ജിയോപാഡി എന്ന് വെച്ചാൽ ഒരേ കുറ്റത്തിന് 2 തവണ ശിക്ഷിക്കാൻ പാടില്ല. അപ്പം അദ്ദേഹത്തിന് ഇംപ്രസ്ഡായി, ഹി ഗോട്ട് ഇംപ്രസ്ഡ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് മാർക്ക് കിട്ടി. ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള ചില സ്കിൽസ് എനിക്കൊരിക്കലും അക്കാഡമിക്സിൽ നിന്നോ
അല്ലെങ്കിൽ ഞാൻ പഠിച്ച പാഠങ്ങളിൽ നിന്നോ കിട്ടിയതല്ല. ലോജിക്കൽ റീസണിങ്. ലോജിക്കൽ റീസണിങ് ആണ്, അനലിറ്റിക്കൽ റീസണിങ് ആണ്. ദെൻ അതോടൊപ്പം തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസാണ്, അതോടൊപ്പം തന്നെ സോഷ്യൽ സ്കിൽസാണ്. ഇതിന് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ അക്കാലത്ത് ഞാൻ പല സംഘടനകളിൽ, പ്രത്യേകിച്ചും ബാലജന സഖ്യത്തിലൊക്കെ വർക്ക് ചെയ്തിരുന്നു. അതേപോലെ ഞങ്ങളുടെ നാട്ടിൻപുറത്തുള്ള ലൈബ്രറികളിൽ പോയി കുട്ടികളെ യോജിപ്പിക്കുക, കുട്ടികളുമായിട്ട് ഇൻട്രാക്റ്റീവ് പ്രോഗ്രാംസ് നടത്തുക, ക്യാമ്പുകളിൽ പങ്കെടുക്കുക, ഇഷ്ടംപോലെ കോമ്പറ്റീഷൻസിന് പോകുക. അന്നൊരു മത്സര തൊഴിലാളിയായിരുന്നു. അത് ജീവിക്കാൻ വക മുഴുവൻ നമുക്ക് മത്സരങ്ങളിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. ഓ ശരി. യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കുന്ന കാലത്ത് സ്ഥിരം ഈ മത്സരങ്ങളിൽ നിന്ന് കിട്ടുന്ന കാശാണ് റൈറ്റിങ്, എസ്സേ റൈറ്റിംഗ്, പ്രസംഗം, ഡിബേറ്റ്. പിന്നെ ഞാൻ യൂണിവേഴ്സിറ്റിയിൽ 3 തവണ ചെറുകഥയ്ക്ക് കേരള യൂണിവേഴ്സിറ്റിയിൽ 3 തവണ 1ാം സ്ഥാനം കിട്ടിയിരുന്നു. അതിപ്പോഴും ഒരു റെക്കോർഡാണ്. കേരള യൂണിവേഴ്സിറ്റി ഇപ്പോഴും തകർക്കാൻ പറ്റാത്ത ഒരു റെക്കോർഡായിട്ട് കിടക്കുകയാണ്. ആരെങ്കിലും തകർക്കാൻ താല്പര്യമുള്ളവർക്ക് വന്ന് തകർക്കാൻ പറ്റുന്ന ഒരു റെക്കോർഡാണ്. അതെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മൾ അന്നത്തെ ഒരു സോഷ്യൽ സ്കിൽസിനെ വലിയ തോതിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇൻട്രാക്ഷൻസ് ഈ സിവിൽ സർവീസ് എന്ന് പറഞ്ഞ ഡ്രീമിലേക്ക് വരാൻ വലിയ തോതിൽ സഹായിച്ചിട്ടുണ്ട്. സിവിൽ സർവീസ് എക്സാമിൽ 224th റാങ്ക്. അതെ. അതും ആദ്യം എഴുതിയപ്പം സിവിൽ സർവീസും ആദ്യം എഴുതിയപ്പം കിട്ടിയിട്ടില്ല. ആദ്യം എഴുതിയപ്പം അമ്പയെ പരാജയപ്പെട്ടു. അപ്പോൾ എങ്ങനെയാ? ഞാൻ ആദ്യം ഒരു ചോദിക്കാം. 10ാം ക്ലാസ്സിൽ ആദ്യം തോറ്റു, ഒരു സബ്ജക്റ്റ് തോറ്റു, മാത്സ് തോറ്റു. അപ്പം നമ്മുടെ വീട്ടിൽ എങ്ങനെയായിരുന്നു? വീട്ടിൽ പൊതുവേ ഞാൻ 3ാമത്തെ ആളാണ്. 3ാമത്തെ ആളായതുകൊണ്ട് തന്നെ മൂത്തവർ നന്നായി പഠിക്കുന്നത് കൊണ്ട് ഇളയാൾക്ക് വലിയ ശ്രദ്ധയൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇളയാൾ എങ്ങനെയെങ്കിലുമൊക്കെ പഠിച്ച് ഒരു വിധത്തിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി നിന്നാൽ മതി എന്നുള്ളൊരു സാഹചര്യം അന്നുണ്ടായിരുന്നു. പിന്നെ നാട്ടിൻ പുറത്ത് അന്ന് ഈ കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു തിങ്കിങ്ങോ ഒന്നും വന്നിട്ടില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ എവിടെയെങ്കിലും പോയി സമ്മാനം മേടിച്ചിട്ട് വീട്ടിൽ വന്നാൽ വീട്ടുകാർക്ക് നോ റെസ്പോൺസ്. അവർക്കൊരു ഹാപ്പിനെസ് ഇല്ല, ഒരു സാഡ്നെസ്സും ഇല്ല. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ഞാൻ ചെറുപ്പകാലത്ത് ഇരുന്ന് ഇംഗ്ലീഷ് പത്രം വായിക്കും. ഞങ്ങളുടെ ഇംഗ്ലീഷ് പത്രം ഒരു ദിവസം ലേറ്റായിട്ടാണ് കിട്ടുക. അപ്പോൾ അത് തിരുവല്ലയിലോ കോട്ടയത്തോ വരുന്ന പത്രം ഞങ്ങളുടെ നാട്ടിലേക്ക് വരണം, ഒരു ദിവസം ലേറ്റായിട്ടാണ്. ഞാൻ ഈ ഇംഗ്ലീഷ് പത്രവും ഡിക്ഷണറിയൊക്കെ വെച്ചിട്ട് ഒരു 2004 2005 ഒക്കെ, ഒത്തിരി 50 വർഷം 100 വർഷം മുമ്പുള്ള കാര്യമല്ല, ഞാനിത് നിന്ന് വായിക്കും. അപ്പം ഞങ്ങളുടെ വീടിൻ്റെ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്. അപ്പോൾ അതിലേ പോകുന്ന ആളുകളൊക്കെ പറയും, ഇവൻ ഇതെന്തിൻ്റെ കേടാണ്, ഇവൻ എന്തോന്ന് കളക്ടറാവാൻ പോകുന്നു, ഇവൻ ഈ ഇംഗ്ലീഷ് പത്രമൊക്കെ എന്തിനാണ് വായിക്കുന്നത്. പിന്നെ എനിക്ക് സിവിൽ സർവീസ് കിട്ടി. അപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞപ്പം ഈ സിവിൽ സർവീസ് കിട്ടിക്കഴിഞ്ഞപ്പം ഈ ചാനലുകളൊക്കെ വീട്ടിൻ്റെ അടുത്തുള്ള ആളുകളോട് ചോദിക്കാൻ തുടങ്ങി, ഈ കുട്ടി എങ്ങനെയുണ്ടായിരുന്നു. അപ്പം ഞാൻ നാട്ടിലില്ല ഈ റിസൾട്ട് വരുന്ന സമയത്ത്. അപ്പോൾ ആളുകൾ പറഞ്ഞു, പയ്യൻ ഭയങ്കര കഠിനാധ്വാനിയായിരുന്നു, ഇംഗ്ലീഷ് പത്രമൊക്കെ ഉറക്കെ ഇരുന്ന് വായിച്ചു പഠിക്കുമായിരുന്നു. അപ്പോൾ ഒരു കാലത്ത് നമ്മൾ ചെയ്തത് കളിയാക്കിയ ആളുകൾ പിൽക്കാലത്ത് അതേ കാര്യത്തെ അപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ വീട്ടിലേക്കുള്ള വഴി തന്നെ ടാർ ചെയ്തത് എനിക്ക് സിവിൽ സർവീസ് കിട്ടിയതിന് ശേഷമാണ്. MP ലാഡ് ഫണ്ടിൽ നിന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. ദ്രൗപദി മുർമു മാമിന്റെ ഇതുപോലെ തന്നെ പ്രസിഡന്റ് ആയി കഴിഞ്ഞപ്പോൾ ആ നാട്ടിലുള്ള എല്ലാ വീടുകളിലും കറണ്ട് വന്നു. അതേപോലെ എൻ്റെ വീട്ടിലേക്കുള്ള വഴി ടാർ ചെയ്തത് അന്നത്തെ രാജ്യസഭാ ചെയർമാൻ്റെ ഫണ്ടിൽ നിന്ന് അദ്ദേഹം വീട്ടിൽ വന്നപ്പോഴാണ് ടാർ ചെയ്തത് തന്നെ. So now you know that how my background was. How did it was? അല്ലാതെ ഇത് എങ്ങനെ സാധിച്ചു. ഇതുപോലെ എനിക്ക് ചോദിക്കാനുണ്ട്. സാധാരണ എല്ലാവരും IAS എഴുതുക ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ ഹിന്ദി അല്ലേ, മലയാളത്തിൽ 9 പേപ്പർ എഴുതുക. ഹൗ ഡിഡ് യു എന്നിട്ട് ക്രാക്ക് ചെയ്ത് 224th റാങ്ക് മേടിക്കുക? എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ എനിക്ക് മലയാളത്തിൻ്റെ ഒരു ബാക്കപ്പ് ആദ്യമേ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ബാക്കപ്പ് ഞാൻ പിന്നീട് എൻ്റെ ഒരു സ്മാർട്ട് വർക്കിൻ്റെ ഭാഗമായിട്ട് ഞാൻ തന്നെ കണ്ടുപിടിച്ചതാണ്. ഇപ്പോൾ കോമ്പറ്റീഷൻസിനൊക്കെ പോകുമ്പോൾ ഇപ്പോൾ ഒരു ഇംഗ്ലീഷ് എസ്സേക്കും ഞാൻ മലയാളം എസ്സേക്കും ജോയിൻ ചെയ്യും. ഇംഗ്ലീഷ് എസ്സേ ഞാൻ 1 മണിക്കൂറിൽ ഒരു 4 പേജ് എഴുതും. അതേസമയം മലയാളം എസ്സേ 6 പേജ് എഴുതും. അപ്പോൾ ഒരു 3 മണിക്കൂറിൻ്റെ അത് 1 മണിക്കൂറിൻ്റെ കണക്കാണ്. അപ്പോൾ ഒരു 3 മണിക്കൂറിൽ എനിക്ക് ഏകദേശം 18 പേജോളം മലയാളത്തിൽ എഴുതാൻ പറ്റും. അതേസമയം ഇംഗ്ലീഷ് എനിക്കൊരു 18-നടുത്ത് വരില്ല, ഒരു 12 13 പേജൊക്കെ മാക്സിമം വരുള്ളൂ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കൂടുതൽ ആശയങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നത് മലയാളത്തിലാണ്. മറ്റൊന്ന്, ഈ എടുത്തിരിക്കുന്ന സബ്ജക്റ്റ് എനിക്ക് തെറ്റിപ്പോയതാണ്. ഞാൻ ഈ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുമ്പോൾ ഞാൻ പൊളിറ്റിക്കൽ സയൻസ് ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. സ്ക്രോൾ ഡൗൺ ചെയ്ത് വന്നപ്പോൾ സ്ക്രോൾ തെറ്റിപ്പോയി. പ്രിൻ്റ് എടുത്തപ്പോഴത്തേക്ക് ഞങ്ങളുടെ നാട്ടിൻപുറത്തെ ലൈബ്രറിയിൽ പോയി ഫില്ല് ചെയ്തിട്ട് നമ്മൾ എടുക്കുന്നതാണ്. എടുത്തു കഴിഞ്ഞപ്പം വന്ന സബ്ജക്റ്റ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. പിന്നെ അത് കുത്തിയിരുന്ന് പഠിക്കേണ്ടി വന്നു. പൊളിറ്റിക്കൽ സയൻസ് ആണ് ഞാൻ എൻ്റെ ഓപ്ഷണലായിട്ട് വെച്ചിരുന്നത്. അവസാന നിമിഷം തെറ്റിപ്പോയത് കൊണ്ട് പരീക്ഷയ്ക്ക് ഒരു 2-3 മാസത്തിന് മുമ്പാണ് ഞാൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ സബ്ജക്റ്റ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടെക്സ്റ്റ് ബുക്കുകൾ കണ്ടുപിടിക്കുക, നോട്ട്സ് കണ്ടുപിടിക്കുക, അന്ന് ജോലിയുണ്ട്, ജോലിയോടൊപ്പം ഇത് മാനേജ് ചെയ്യണം. അങ്ങനെ ഒരു സിസ്റ്റത്തിനകത്ത് ഞാൻ എന്നെ തന്നെ രൂപപ്പെടുത്തി എടുത്തത് കൊണ്ടാണ് ഒരുപക്ഷേ ഇങ്ങനെ ഒരു ഇത് വന്നത്. പിന്നെ മലയാളം അതിൻ്റെ ഇടയ്ക്ക് ഒരു ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിരുന്നു എന്നുള്ളതിന് കാരണം എനിക്കത് നെറ്റുണ്ട്, JRF ഉണ്ട്, ഞാൻ MA മലയാളത്തിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് MA മലയാളത്തിൻ്റെ മുഴുവൻ പേപ്പറുകളും ഞാൻ ആ വർഷം എഴുതാൻ പോകുന്നു. അപ്പോൾ എൻ്റെ മെയിൻസ് പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പാണ് മലയാളത്തിൻ്റെ പരീക്ഷ വന്നത്.
അപ്പോൾ അത് എഴുതി കഴിഞ്ഞപ്പോൾ മെയിൻസ് പരീക്ഷ ഇപ്പോൾ വളരെ എളുപ്പമായിരുന്നു, പ്രത്യേകിച്ച് റെഫറൻസ് ഒന്നും ആവശ്യമായിട്ട് വന്നില്ല. അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ തന്നെ പ്ലാൻ ചെയ്തൊരു സ്ട്രാറ്റജി ഉണ്ടാക്കി, വളരെ പേഴ്സണലൈസ്ഡ് ആയിട്ട് ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കി. ആദ്യത്തെ തവണ അമ്പയെ പരാജയപ്പെട്ടു. അതിന് കാരണം ഇതിൻ്റെ സിലബസ് ഒഴികെ ബാക്കിയെല്ലാം ഞാൻ പഠിച്ചിട്ട് പോയി, സിലബസ് മാത്രം പഠിച്ചില്ല. അപ്പോൾ പ്രിലിമിനറി തന്നെ തോറ്റുപോയി. പക്ഷേ രണ്ടാമത്തെ തവണ ഞാൻ എഴുതണ്ട എന്ന് വിചാരിച്ചിരുന്നു. എന്നെ കേൾക്കുന്ന പലരും വിചാരിക്കുന്നത് പലരും പല അറ്റംപ്റ്റുകളൊക്കെ ഉപേക്ഷിച്ചവരായിരിക്കും. 3-4 അറ്റംപ്റ്റുകളൊക്കെ ബാലൻസ് ആയിട്ടുള്ളവർ, ഒന്നാമത്തെ തവണ എഴുതി തോറ്റവർ. എൻ്റെ കൂടെയുള്ള പലരും അറ്റംപ്റ്റുകളൊക്കെ ഉപേക്ഷിച്ചപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ആദ്യം ഞാനും വിചാരിച്ചത് അവരെ പോലെ ആദ്യത്തെ പരാജയം നേരിടുമ്പോൾ നമ്മൾ വിചാരിക്കും എന്നാൽ പിന്നെ വേണ്ട, കംഫർട്ടബിളായിട്ട് ഒരു ജോലിയുണ്ട്, ഈ ബാങ്ക് ഓഫീസറായിട്ടിരിക്കാം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് വീണ്ടും വിളി വരും, എന്തുകൊണ്ട് തോറ്റു? നിങ്ങൾ ഇത്രയും പെർഫെക്റ്റായിട്ട് ഇത്രയും പുസ്തകങ്ങൾ പഠിച്ചല്ലോ, എന്നിട്ട് എങ്ങനെ തോറ്റു? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറും പുസ്തകവും പഠിച്ച പുസ്തകവും കൂടെ എടുത്ത് നോക്കിയപ്പം ഈ പുസ്തകങ്ങളിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളൊന്നും അല്ല യഥാർത്ഥത്തിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. അപ്പോൾ എവിടെ നിന്ന് ചോദിച്ചു? അങ്ങനെ തപ്പി പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതിൻ്റെ സിലബസ് ഉണ്ട്. ഈ പരീക്ഷയുടെ സിലബസ് അല്ലെങ്കിൽ അതിൻ്റെ ബൈബിൾ എന്ന് പറഞ്ഞ ഈ 1.5 പേജ് നിൽക്കുന്ന ഈ ബേസിക് ആയിട്ടുള്ള സിലബസാണ്. അത് പഠിച്ചില്ല. അപ്പോൾ അത് പഠിക്കുക എന്നുള്ളതായി അടുത്ത ടാസ്ക്. അപ്പോൾ എനിക്ക് എൻ്റെ കുറവുകൾ മനസ്സിലായി. അതിനെ ടാക്കിൾ ചെയ്തപ്പം രണ്ടാമത്തെ തവണ ക്വാളിഫൈ ചെയ്തു. ഈ IAS അല്ലെങ്കിൽ സിവിൽ സർവീസ് ക്രാക്ക് ചെയ്യാത്ത ആൾക്കാർ, തോറ്റ ആൾക്കാരായിരിക്കുമല്ലോ ഈ കോച്ചിങ് സെൻറ്റർ സ്റ്റാർട്ട് ചെയ്യുക. അത് കാരണം തോറ്റവർക്കാണല്ലോ ജയിച്ചവരെ നന്നായിട്ട് എങ്ങനെ ജയിക്കണം എന്ന് പഠിപ്പിക്കാനുള്ള സാധ്യതയുള്ളത്. അത് അങ്ങനെയല്ല. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു, ഞാൻ ഇപ്പോഴും പറയാറുള്ളത് പോലെ ഞാൻ ഇരിക്കുന്നത് അങ്ങനെയാണോ? ഈ തോറ്റ ആൾക്കാരായിരിക്കും. അതിപ്പോൾ എല്ലായിടത്തും അങ്ങനെ ആവണമെന്നില്ല. എന്നിരിക്കൽ കൂടിയും ഞാൻ പറയാറുണ്ട്, ഞങ്ങളിരിക്കുന്ന കസേര ഇങ്ങനത്തെ ഇത് ഉപേക്ഷിച്ച അല്ലെങ്കിൽ കിട്ടാതെ പോയ ഒട്ടനവധി ആളുകളുടെ അവരുടെ ദുഃഖത്തിൻ്റെയും അവരുടെ നിരാശയുടെയും ഒക്കെ മുകളിലാണ് ഞങ്ങൾ കസേര ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ എന്നേക്കാളിലും കഴിവുണ്ടായിരുന്ന, എന്നേക്കാളും അക്കാഡമിക്കലി ബ്രില്യൻ്റ് ആയിരുന്ന പലർക്കും കിട്ടാതെ പോയതിന് കാരണം ഒരുപക്ഷെ അവരെക്കാളും 1-2% ഞാൻ കൂടുതൽ എഫർട്ട് എടുത്തുകൊണ്ടാണ്. അതേസമയം നമുക്ക് അവർ ഒരിക്കലും ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവരെ തിരിച്ചതിൻ്റെ പാത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ട്. ഒന്ന്, നിങ്ങളുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ, നിങ്ങളുടെ സാമൂഹ്യപരമായ ചുറ്റുപാടുകൾ, നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്ന പിന്തുണ, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. പലരും, എനിക്കറിയാം, എന്നേക്കാൾ ടാലൻ്റ് ഉണ്ടായിരുന്ന ഞങ്ങൾ കോളേജ് കാലഘട്ടത്തിൽ കണ്ട ടാലൻറ്റഡ് ആയിട്ടുള്ള പലരും ഈ മേഖലയിലേക്ക് വരാതെ വിട്ടുപോയത് കാരണം അവർക്ക് ആദ്യഘട്ടത്തിലേറ്റ പരാജയമാണ്. പക്ഷേ ചിലരൊക്കെ ഉണ്ട് 5-6 തവണയൊക്കെ വീണ്ടും ട്രൈ ചെയ്ത് കിട്ടാതെ പോയ ആളുകളുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, അവരുടെയൊക്കെ സങ്കടത്തിൻ്റെയും നിരാശയുടെയും മുകളിലൂടെയാണ് ഞങ്ങൾ ഈ നടക്കുന്നത്. ഫസ്റ്റ് IAS കിട്ടി അല്ല, അങ്ങനെയല്ല. ആക്ച്വലി ഈ റാങ്ക് എന്ന് പറയുന്നത് ബേസിക്കലി സർവീസ് സെലക്ഷനും റാങ്കും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതായത് നമ്മൾ ആദ്യം നമുക്കൊരു റാങ്ക് കിട്ടുന്നു, സിവിൽ സർവീസ് പരീക്ഷയിൽ റാങ്ക് കിട്ടുന്നു. ഈ ഇൻ്റർവ്യൂവിന് മുമ്പായിട്ട് നമ്മൾ ചില ഓപ്ഷൻ പ്രിഫറൻസുകൾ കൊടുക്കുന്നു. അതിലും എനിക്ക് ജേർണലിസമാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷനാണ് ഞാൻ ഡിഗ്രിക്ക് പഠിച്ചത്. അപ്പോൾ അന്നത്തെ എൻ്റെ ഒരു വലിയ ക്രേസ് ഉണ്ടായിരുന്നത് എനിക്ക് ഇന്ത്യൻ മീഡിയയുടെ ഭാഗമാണ്, ഇന്ത്യൻ ഗവൺമെൻറ് മീഡിയ മെഷീനറിയുടെ ഭാഗമാണ്. അപ്പം ഞാൻ ആദ്യത്തെ ഓപ്ഷനായിട്ട് കൊടുത്തിരുന്നത് ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസ്, അതാണ് കൊടുത്തിരുന്നത്. പിന്നെ എൻ്റെ രണ്ടാമത്തെ ആഗ്രഹമായിരുന്നത് നോർത്ത് ഈസ്റ്റിൽ വർക്ക് ചെയ്യണം. ഇതൊക്കെ എങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചാൽ, ഒരുപക്ഷെ സിനിമയൊക്കെ കണ്ടുള്ള നമ്മുടെ ഒരു ഐഡിയലിസത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അന്ന് നമ്മുടെ വലിയ താരങ്ങൾ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ സിനിമയിൽ അഭിനയിച്ച, അവർക്ക് സിവിൽ സർവീസ്, ഇപ്പം നരസിംഹത്തിൽ മോഹൻലാലെ കിട്ടാതെ പോയ സിവിൽ സർവീസ്, മമ്മൂട്ടി കാറ് കത്തിക്കുന്ന അല്ലെങ്കിൽ വലിയ പഞ്ച് ഡയലോഗുകൾ പറയുന്ന IAS കഥാപാത്രങ്ങൾ. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടാണ് ഇപ്പം ഞാനിപ്പോഴും കുട്ടികളോട് പറയും, ഒരു ഓട്ടോ ഡ്രൈവർ ഒരു ദിവസം കൊണ്ട് എക്സാം പാസ്സായി അന്ന് തന്നെ സ്വന്തം പ്രദേശത്തെ കളക്ടറായിട്ട് മാറുന്ന സിനിമകൾ ഇറങ്ങിയ നാടാണിത്. ഇപ്പോൾ ഒരു സിനിമയിൽ വിക്രം ഇൻ്റർവ്യൂ ബോർഡിലേക്ക് ചെല്ലുന്നു, അവിടെ ചെന്നിട്ട് ചോദിക്കുന്നത്, അപ്പോൾ ഇൻ്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്ന ചോദിക്കുന്നത് ഏത് വേണം, IAS വേണോ, IPS വേണോ, IFS വേണോ, IRS വേണോ, സാമി ടു. അപ്പോൾ സാമി പറയുന്നു IPS മാത്രം മതി. ഉടനെ ഒരു സീൽ എടുക്കുന്നു, IPSൻ്റെ സീൽ എടുക്കുന്നു, അടിക്കുന്നു, കൊടുക്കുന്നു. അങ്ങനെയൊന്നും അല്ല ആക്ച്വലി. അതേപോലെ തന്മാത്ര സിനിമ കണ്ടാൽ മനസ്സിലാവും, അതിൻ്റെ ലാസ്റ്റിലൊരു ഇൻ്റർവ്യൂ സീനുണ്ട്. മോഹൻലാലിൻ്റെ മകൻ അദ്ദേഹത്തിന് അൽഷിമേഴ്സ് ബാധിച്ച് നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മകൻ ഇൻ്റർവ്യൂവിന് പോവാണ്. അപ്പോൾ ഒരു വലിയ ടേബിളിൽ ദൂരത്തായിട്ട് മൈക്ക് വെച്ചിട്ട് മൈക്കിലൂടെയാണ് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നത്. അപ്പം ഞാനിതൊക്കെ കണ്ട് ആകെ ത്രിൽഡായിട്ട്, നമ്മൾ ഇൻ്റർവ്യൂവിന് മുമ്പൊന്നും പോയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു മൈക്കൊക്കെ കിട്ടും, അപ്പോൾ മൈക്കിനുള്ളത്, അപ്പോൾ ശബ്ദം കുറച്ച് പറഞ്ഞാലും കുഴപ്പമില്ല, മൈക്കിലൂടെ പറഞ്ഞാൽ മതി. അവിടെ ചെന്നപ്പോൾ മൈക്കിൽ ഒന്നുമില്ല, ഒരു റൗണ്ട് ടേബിൾ, അതിന് ചുറ്റിനും 5 പേര് ഇരിക്കുന്നു, ഓപ്പോസിറ്റ് ഒരു ചെയർ ഇട്ടിട്ടുണ്ട്, അവിടെ ഇരുന്ന് ഉത്തരം പറഞ്ഞു കൊള്ളണം. ദാറ്റ്സ് ഓൾ. അതൊരു UPSC മെമ്പറുടെ ഒരു ചേംബറാണ്. ആ ചേംബറിൽ വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ നടക്കുന്നത്. നമ്മൾ കണ്ട പല കാര്യങ്ങളും അല്ല ഇതിൻ്റെ അകത്ത് നടക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന്, ഈ പരീക്ഷയിൽ നിങ്ങൾക്ക് റാങ്ക് കിട്ടിയാൽ മാത്രം ഒരു സർവീസ് കിട്ടില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മെഡിക്കൽ
പെർഫോമൻസും കൂടെ നന്നായിരിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അപകടം നടന്നിട്ടോ എന്തെങ്കിലും ഒരു നഷ്ടം വന്നു കഴിഞ്ഞാൽ നിങ്ങളെ പ്രീമിയം സർവീസിലേക്ക് ചിലപ്പോൾ എടുക്കില്ല. അങ്ങനെ അന്നത്തെ കാലത്ത് അങ്ങനെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി വരുന്നുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ IFS ഒക്കെ ആണെങ്കിൽ പണ്ട് ഈ കാഴ്ചശക്തി ഇല്ലാത്തവർക്കോ അല്ലെങ്കിൽ കേൾവി ശക്തി ഇല്ലാത്തവർക്കോ കൊടുക്കാത്തൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പരീക്ഷ എഴുതുന്ന കാലത്ത് ഈ പ്രീമിയം സർവീസുകൾ ഒന്നും തന്നെ ആളുകൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യപ്പെടാത്ത ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതെല്ലാം മാറി. ഇപ്പോൾ എല്ലാവർക്കും കൊടുക്കുന്നു. ഇപ്പോൾ ഒരു സോഷ്യൽ പാരിറ്റി അതിൽ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഉയർന്ന റാങ്ക് കിട്ടണമെങ്കിൽ, ഉയർന്ന സർവീസ് കിട്ടണമെങ്കിൽ നിങ്ങളൊരു ഉയർന്ന റാങ്ക് വേണം. പിന്നെ ചില ആളുകൾ ഉയർന്ന റാങ്ക് കിട്ടിയിട്ട് ഉയർന്ന സർവീസ് എടുക്കാത്ത ആളുകളുണ്ട്. അപ്പം ഞാനതുകൊണ്ടാണ് ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസ് ഓപ്റ്റ് ചെയ്തത്. അതിൽ തന്നെ ഞാൻ ഓപ്റ്റ് ചെയ്തത് നോർത്ത് ഈസ്റ്റ് ആണ്. അതായത് 7 7 സിസ്റ്റേഴ്സ്. ഇത് ആക്ച്വലി നമ്മളുടെ മനസ്സിൽ വിചാരിക്കുന്ന നമ്മൾ രാജ്യത്തിന് വേണ്ടി വർക്ക് ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ രാജ്യത്തെ ഏറ്റവും എന്താണ് വികസനം ഇനി എത്തേണ്ട സ്ഥലങ്ങളിൽ ഒന്ന് നമ്മളെ ഏറ്റവും ഹെൽപ്പ് ചെയ്യേണ്ട സ്ഥലങ്ങൾ എന്നുള്ളൊരു തോന്നലിൽ നിന്നാണ്. ഇത് UPSC ആകെ കുഴപ്പിച്ചു എന്ന് പറഞ്ഞാൽ മതി. UPSCയിൽ നിന്ന് തന്നെ ഒരു ദിവസം അവർ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് തമ്മിൽ ശരിയാവുന്നില്ല. ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസിൻ്റെ പോസ്റ്റിംഗ് എങ്ങനെയാണ് നോർത്ത് ഈസ്റ്റ് കേഡർ കിട്ടുക? അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും ഞാൻ അവിടെ പോകാൻ ആഗ്രഹിച്ചിരുന്നെങ്കിലും അവസാനം എന്നെ ഗവൺമെൻറ് തന്നെ കണ്ടുപിടിച്ച് കേരളത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഞാനിത് വളരെ രസകരമായിട്ട് തോന്നുന്നു. ഞാൻ ബാങ്കിൽ ജോലി ചെയ്യുന്ന സമയത്ത് അത് സ്റ്റേറ്റ് ബാങ്കാണ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറാണ്. അപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായിട്ട് ലയിപ്പിക്കുന്ന തൊട്ട് മുമ്പാണ് ഞാൻ ബാങ്കിൽ നിന്ന് പോകുന്നത്. അപ്പോൾ സിവിൽ സർവീസ് എഴുതുമ്പോൾ ആളുകൾ എന്നോട് ചോദിച്ചു, നീ എന്തിനാണ് സ്വന്തം വീട്ടിനടുത്തുള്ള പോസ്റ്റിംഗ് കളഞ്ഞിട്ട് സിവിൽ സർവീസ് പോലെ എഴുതിയിട്ട് വേറെ എവിടെയെങ്കിലും പോയി കിടക്കുന്നത്? സ്വന്തം നാട്ടിൽ നിങ്ങളുടെ വീടിനടുത്തൊരു ബാങ്ക് ഉദ്യോഗസ്ഥനാവുന്നതാണോ നല്ലത്, അത് നിങ്ങൾ വേറെ എവിടെയെങ്കിലും ഡൽഹിയിലോ വേറെ ഏതെങ്കിലും സ്റ്റേറ്റിലോ പോയി വർക്ക് ചെയ്യുന്നതാണോ? അപ്പോൾ ഞാൻ പറയും, സിവിൽ സർവീസ് എൻ്റെ ഉള്ളിലുള്ളൊരാഗ്രഹമാണ്. ബാങ്ക് എനിക്കിപ്പം നാളെ എഴുതിയിട്ട് സിവിൽ സർവീസ് കിട്ടിയില്ലേ വീണ്ടും എഴുതി തിരിച്ചു വരാമല്ലോ. അപ്പോൾ അങ്ങനെയായിരുന്ന സമയത്ത് ഞാൻ സിവിൽ സർവീസ് എഴുതുന്നു, എനിക്ക് സിവിൽ സർവീസ് സെലക്ഷൻ കിട്ടുന്നു. ഞാൻ 2 കൊല്ലത്തെ ട്രെയിനിങ്ങിന്, ഓൾ ഇന്ത്യ ട്രെയിനിങ്ങിന് പോകുന്നു. അത് കഴിഞ്ഞിട്ട് തിരിച്ച് പോസ്റ്റിംഗ് കിട്ടി വരുന്നു. പോസ്റ്റിംഗ് കിട്ടി വന്നപ്പം ഞാൻ പോസ്റ്റിംഗ് കിട്ടിയതിന് ശേഷം തിരിച്ച് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെന്നൈക്ക് വരികയാണ്. ചെന്നൈക്ക് വന്ന് ഇറങ്ങുന്ന സമയത്ത് അവിടുത്തെ എയർപോർട്ടിൽ വെച്ചിട്ട് എൻ്റെ ബാങ്കിലെ ഒരു മാനേജറെ കാണുന്നു. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എവിടെ പോകുന്നു? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫറായി. ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറും ലയിപ്പിച്ചിട്ട് അദ്ദേഹത്തെ ഇവർ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ഹിമാചൽ പ്രദേശിലേക്ക്. അപ്പം ഞാൻ ആലോചിച്ചു, ഇദ്ദേഹം തന്നെയാണ് മുമ്പ് എന്നെ ഉപദേശിച്ചത്, വീടിനടുത്ത് വർക്ക് ചെയ്യണോ അത് ദൂരെ പോയി വർക്ക് ചെയ്യണം. ഞാൻ തിരിച്ചു വരുന്നു, അദ്ദേഹം തിരിച്ചു വേറെ എവിടേക്കോ പോകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഒരുപക്ഷെ വിദ്യയുടെ ഒരു നിയോഗം എന്ന് പറയാം, നിങ്ങൾ ആഗ്രഹിക്കുന്നത് തന്നെ എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് നടക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ ചില ആളുകളുണ്ട്, അപ്പോൾ എനിക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിവില്ലായ്മ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇപ്പം മലയാളം ക്വാളിഫയിങ് പേപ്പർ എനിക്കറിയില്ലായിരുന്നു അതിൻ്റെ മാർക്ക് ഫൈനൽ എക്സാമിനെ കാൽക്കുലേറ്റ് ചെയ്യില്ല എന്ന്. ഞാൻ ആ പരീക്ഷ എഴുതുന്ന ദിവസം ഞാൻ 3 മണിക്കൂറും പരീക്ഷ എഴുതിയ ഒരാളാണ്. പക്ഷേ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു 20-25 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പം ഞാൻ വിചാരിച്ചു അവർക്ക് എക്സാം വളരെ ഈസിയാണ്, എനിക്ക് ടഫാണ്. പിന്നീടാണ് റിസൾട്ട് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇതിൻ്റെ ക്വാളിഫയിങ് പേപ്പറിൻ്റെ മാർക്ക് ഫൈനൽ മാർക്കിൽ ആഡ് ചെയ്യില്ല, ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മതി. ഇത് എനിക്ക് ഈ ഇൻഫർമേഷൻ അറിയില്ലായിരുന്നു. ഞാൻ ഈ സിവിൽ സർവീസ് എക്സാം എഴുതുന്നതിന് മുമ്പ് എനിക്കൊരു സിവിൽ സർവീസുകാരനെയും പരിചയമില്ല. ഞാനൊരു അക്കാഡമിയിലും കോച്ചിങ്ങിന് പോയിട്ടില്ല. എനിക്ക് ഈ സർക്കിളിൽ, സിവിൽ സർവീസിൻ്റെ ഈ സർക്കിളിൽ എന്താണ് നടക്കുന്നത് എന്നതിനെക്കുറിച്ചൊരു ഊഹമില്ല. കാരണം ബാങ്കിൽ ഫുൾ ടൈം ജോലി ചെയ്യുന്നു, വീട്ടിൽ പോകുന്നു, രാത്രിയിൽ ഇരുന്ന് പഠിക്കുന്നു, ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്നില്ല, തിരിച്ചു വരുന്നു, വീണ്ടും ജോലി ചെയ്യുന്നു എന്നല്ലാതെ നമുക്ക് ഈ സർക്കിളിൽ അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് എന്താണ് നടക്കുന്നതിനെക്കുറിച്ച് ഇന്ന് കാലം മാറി. ഇന്ന് ടെലഗ്രാം ഗ്രൂപ്പുകളുണ്ട്, ഫേസ്ബുക്ക് ഗ്രൂപ്പുകളുണ്ട്, വാട്സപ്പിൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫർമേഷൻ പാസ് ചെയ്യാം. പക്ഷെ അന്നത്തെ കാലത്ത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. അപ്പോൾ ഈ എക്സാമിനെ കുറിച്ചുള്ള അറിവില്ലായ്മ വലിയ തോതിൽ എൻ്റെ ഡിസിഷൻ എടുക്കുന്നതിനെ പ്രോസസ്സിനെ ബാധിച്ചിട്ടുണ്ട്. ഇന്നാണ് അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇന്നിപ്പം ചെറിയ ക്ലാസ്സുകൾ തൊട്ടേ സിവിൽ സർവീസ് കോച്ചിങ് അക്കാഡമികളുള്ള കാലമാണ്, ചെറിയ ക്ലാസ്സുകളിൽ തൊട്ടേ. അപ്പം ഞാൻ പറയുന്നത് എല്ലാവർക്കും അതിൻ്റെ ആവശ്യമില്ല. ഇതിനെക്കുറിച്ച് കൃത്യമായ ഒരു ഐഡിയ ഉള്ള ഒരാൾക്കാണെങ്കിൽ ഒരു കോച്ചിങ്ങിൻ്റെയൊക്കെ ആവശ്യം ഒരു ലേറ്റർ ഘട്ടത്തിൽ മതി. എഴുത്തുകാരനുമാണ് ഈ പാരലലി ഇതും കൊണ്ടുപോകുന്നുണ്ട്. എഴുത്ത് ആക്ച്വലി ചെറുപ്പം തൊട്ടേ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കുന്ന കാലത്തെ ഹൗ ഡിഡ് യു ഒരു പക്ഷേ വായനയുടെ ഒരു പിൻബലമായിരിക്കാം. വീട്ടിൽ എഴുതുന്ന ആരുമില്ലായിരുന്നു. ചെറുപ്പകാലങ്ങളിൽ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് നമ്മളെ വലിയ തോതിൽ പിന്തുണച്ചിട്ടുണ്ട്. മത്സരങ്ങൾക്ക് എഴുതുക എന്ന് പറയുമ്പം 1 മണിക്കൂറിൽ അല്ലെങ്കിൽ 3 മണിക്കൂറിൽ ഒരു ചെറുകഥ എഴുതി അതിന് സമ്മാനം മേടിക്കുക എന്നുള്ളത് ഒരു ഡെഫിനറ്റ് പ്രോസസ്സാണ്. പക്ഷേ ഒരു നോവൽ എഴുതുമ്പോഴോ, ഇപ്പം ഞാൻ ഉദാഹരണത്തിന് ഏറ്റവും ലേറ്റസ്റ്റായിട്ട് എൻ്റെ ഒരു നോവൽ വന്നു, DC ബുക്സിൻ്റെ മാർഗരീറ്റ എന്ന് പറഞ്ഞപ്പോൾ ഒരു നോവൽ വന്നു. അത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ എൻ്റെ ഒരു അനുഭവങ്ങളുടെ എനിക്ക് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളോട് പ്രത്യേക സ്നേഹമുണ്ട്, അത് ശരിയാണ്. എന്നിരിക്കലും അവിടുത്തെ ഞാൻ അവിടെ ചെന്നപ്പം ആസാമും കേരളവും തമ്മിൽ വലിയ സാമ്യമുണ്ട്.
തേയിലത്തോട്ടങ്ങളുടെ ഒരു സാമ്യം, കൽക്കരി ഖനികൾ അവിടെയുണ്ട്. മാർഗരീറ്റ എന്ന് പറയുന്ന ഒരു കൽക്കരി ഖനിയുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടുത്തെ ഒരു ക്ലൈമറ്റും അവിടുത്തെ ഒരു ചുറ്റുപാടുകളൊക്കെ കണ്ടപ്പം ഇത് കേരളവുമായിട്ട് വലിയ സാമ്യമുള്ളൊരു പ്രദേശമായിട്ട് തോന്നി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു നോവൽ എഴുതുന്നത്. ഈ ഇൻഫോർമേറ്റീവ് സർവീസിൽ ചെല്ലുമ്പോൾ കേരളത്തിലേക്ക് തിരിച്ചു വിട്ടു. അപ്പോൾ തിരിച്ച് വീണ്ടും അല്ല, അങ്ങനെയല്ല. ഞാൻ തുടക്കം തൊട്ടേ സിവിൽ സർവീസിൻ്റെ ഭാഗമാവണമെന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ എൻ്റെ ആദ്യത്തെ ആഗ്രഹം ഇൻഫർമേഷൻ സർവീസായിരുന്നു. ആദ്യത്തെ ഓപ്ഷനും അത് തന്നെയായിരുന്നു. പക്ഷേ അവർ പിന്നീട് നോക്കിയപ്പോഴാണ് മനസ്സിലായത് എൻ്റെ റാങ്ക് ഉയർന്നു പോയി. സാധാരണഗതിയിൽ 700-800 ഉള്ളവർക്കാണ് ഇൻഫർമേഷൻ സർവീസ് കൊടുക്കുന്നത്. അപ്പോൾ അവരിങ്ങനെ നോക്കുമ്പോൾ 224. അപ്പോൾ ഇയാൾ ഇതിന് ക്വാളിഫൈഡ് അല്ല. പിന്നെ ഈ നോർത്ത് ഈസ്റ്റിൽ ഇയാളെ പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്നെ സ്വന്തം നാട്ടിൽ തന്നെ പോസ്റ്റ് ചെയ്യുക. അപ്പം അതിനോടൊപ്പം ഉള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള എൻ്റെ ട്രെയിനിങ് പീരീഡിലാണ്. അതിന് കാരണം ഇന്ത്യ മുഴുവൻ കറങ്ങാനുള്ളൊരു ഭാഗ്യം കിട്ടി. സിവിൽ സർവീസ് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇത് കേൾക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക്, ഞാനിപ്പം സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് 200 രൂപ കൊടുത്ത് എക്സ്കർഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂൾ ടൂർ വെക്കില്ല, അതിന് പോകാൻ പറ്റാത്ത ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ അക്കാലത്ത് നമ്മളിങ്ങനെ ആലോചിച്ചിട്ടുണ്ട് മൂന്നാറിൽ പോവുക, അല്ലെങ്കിൽ വണ്ടർലായിൽ പോവുക, അല്ലെങ്കിൽ വീഗാലാൻഡിൽ പോവുക എന്നുള്ള അന്നത്തെ കാലത്തെ ഒരു 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ പഠിക്കുന്ന എനിക്ക് എല്ലാ കുട്ടികളും ആഗ്രഹം. അപ്പോൾ എന്നെ വീട്ടിൽ നിന്ന് വിടത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ബാക്കി എല്ലാവരും പോകുന്നു, ഞാൻ മാത്രം പോകുന്നില്ല. പിന്നീട് ട്രെയിനിങ്ങിൻ്റെ 2 കൊല്ലക്കാലം ഞാൻ ഇന്ത്യയിൽ ഏകദേശം 380ഓളം സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്തു. വണ്ടർഫുൾ. ഓരോ ആഴ്ചയിലും മനോഹരമായ സ്ഥലങ്ങൾ, അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ കൂടെ കാണാത്ത സ്ഥലങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് കജ്ജിയാർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. കജ്ജിയാർ ഹിമാചൽ പ്രദേശിലെ ഒരു സ്ഥലമാണ്. കജ്ജിയാർ എന്ന് പറഞ്ഞാൽ അതൊരു ഹിൽ ടൗൺ ആണ്. അതേപോലെ മറ്റൊരു സ്ഥലമാണ് ഈ മജൂലി, നോർത്ത് ഈസ്റ്റിലൊരു സ്ഥലമാണ് മജൂലി. ഇപ്പം നമ്മൾ കേൾക്കുന്ന സ്ഥലങ്ങളുണ്ട് മേഘാലയയിലും അല്ലെങ്കിൽ മിസോറമിലെയൊക്കെ സ്ഥലങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ ഈ മജൂലിയെ പറ്റിയൊന്നും ആരും കേട്ടിട്ട് കൂടിയില്ല. അതേപോലെ ആസാമിലെ പല സ്ഥലങ്ങളും, ഇപ്പം കാസിരംഗയൊക്കെയാണ് നമ്മൾ കേൾക്കാത്ത പല സ്ഥലങ്ങളും അതിനകത്തുണ്ട്. നമ്മളപ്പോൾ തേടി പോവുകയാണ്. ഇപ്പം ആന്ധ്രാപ്രദേശിൽ ബോറോ ഗുഹാലു ഇതൊന്നും നമ്മുടെ ഇവിടുത്തെ എനിക്കൊന്നും ആളുകളൊന്നും പോയി കാണാത്ത സ്ഥലങ്ങളാണ്. ഇതെന്താണെന്ന് വെച്ചാൽ ഈ സിവിൽ സർവീസിൻ്റെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ആക്സസ് കിട്ടുന്ന ചില പ്രദേശങ്ങളുണ്ട്. അത് എല്ലാ സാധാരണ ആളുകൾക്ക് എല്ലാവർക്കും ആക്സസ് കിട്ടുന്ന സ്ഥലങ്ങളല്ല. പക്ഷെ ബോറോ ഗുഹാലു ഒക്കെ വിസിറ്റേഴ്സ് ഉള്ള സ്ഥലങ്ങളാണ്. ഇങ്ങനെ പല സ്ഥലങ്ങളിലും എനിക്ക് പോകാനുള്ള അവസരം കിട്ടി. ബോറോ ഗുഹാലു എന്ന് പറഞ്ഞാൽ അതൊരു ഗുഹയാണ്. പക്ഷെ നിങ്ങൾ അതിൻ്റെ അകത്തേക്ക് കയറും തോറും അവിടെ എല്ലാം ഈ ഡെപ്പോസിറ്റ്സ് ഉണ്ട്, ഈ നാച്ചുറൽ ഡെപ്പോസിറ്റ്സ് ഉണ്ട്. ഈ അതായത് ഈ കാൽസ്യത്തിൻ്റെയും സൾഫേറ്റിൻ്റെയൊക്കെ അംശങ്ങൾ വന്നിട്ട്, അപ്പോൾ അതിൻ്റെ അകത്ത് കയറുമ്പോൾ അത് ഒരു മനുഷ്യനിർമ്മിതമായ ഗുഹയല്ല, സ്വാഭാവികമായിട്ട് രൂപപ്പെട്ട് വന്ന ഒരു ആർക്കിയോളജിക്കൽ സൈറ്റ് പോലെയുള്ള ഒരു നാച്ചുറൽ ഗുഹയാണ്. പക്ഷെ അത് നൽകുന്ന ഒരു ഫീൽ ഭയങ്കരമാണ്, ഒരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. അതേപോലെ ഞാൻ പറഞ്ഞ മജൂലി, ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങൾ എടുത്താലും ഇപ്പോൾ ഈ സ്ഥലങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഞാൻ വാരാണസിക്ക് പോകുന്നു. വാരാണസി പോയി വിസിറ്റ് ചെയ്യുന്നു. അവിടുന്ന് ജമ്മു കാശ്മീരിൽ പോകുന്നു. ജാലിയൻ വാല ബാഗിൻ്റെ പ്ലേസസ് പോയി കാണുന്നു. അവിടുന്ന് ഫിറോസ്പൂരിൽ പോകുന്നു. കപൂർത്തലയ്ക്ക് പോകുന്നു. കപൂർത്തല അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകുന്നു. ദെൻ ജമ്മു കാശ്മീർ പോയി കാണുന്നു. അവിടെ നിന്ന് നേപ്പാൾ കാണുന്നു. അവിടെ നിന്ന് ഭൂട്ടാനിൽ പോകുന്നു. പിന്നെ ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ ജപ്പാൻ, അതിനിടയ്ക്ക് ഒരു വർഷം ജപ്പാനിൽ ഈ ജപ്പാനെക്കുറിച്ച് അറിയുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഈ കോവിഡിന് തൊട്ട് മുമ്പ് ടോയ്ലറ്റ് വെള്ളം കുടിക്കുന്നവരുടെ നാട്ടിൽ അപ്പോൾ ഈ 2 വർഷക്കാലത്തിനിടയ്ക്ക് മാനേജ്മെൻറ്റ് ട്രെയിനിങ് അടക്കം MDA ഗുഡ്ഗാവിലുള്ള ഒരു 8 വീക്സ് ട്രെയിനിങ് ഉണ്ട്. അതുപോലെ ഇങ്ങനത്തെ മനോഹരമായ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഈ സ്ഥലങ്ങളെല്ലാം പോയപ്പോൾ ഞാൻ ഈ ഡയറി കുറിപ്പുകൾ എഴുതിയിടും. ഈ സ്ഥലങ്ങൾ പ്രത്യേകത എന്താണ്? ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, മഹാരാഷ്ട്രയിലെ ലോണാവാല എന്നൊരു സ്ഥലത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. അപ്പം മാത്തേരാൻ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, കേട്ടിട്ടില്ല. അവിടെ ഒരു മോട്ടോർ വെഹിക്കിളും എൻട്രി ഇല്ലാത്ത സ്ഥലമാണ്. മഹാരാഷ്ട്രയിലെ സ്ഥലമാണ് മാത്തേരാൻ. ഒരു മോട്ടോർ വെഹിക്കിളും ഇല്ല. അവിടെ ആകെ കുതിരവണ്ടി മാത്രമേ ഉള്ളൂ. പിന്നെ ആകെ ഒരു ടോയ് ട്രെയിൻ മാത്രം പോകുന്നുണ്ട്. അതുപോലെ കൽക്ക ഷിംല ലൈൻ, ഞാൻ അത്രയ്ക്ക് ഹൈറ്റാണ്. അവിടെ ഒരു മോട്ടോർ വെഹിക്കിൾ, ഒരു 2 വീലറിന് പോലും പോകാൻ പറ്റില്ല. അത് ദുഷ്കരമായ റോഡാണ്. ആകെയുള്ള ഒരു റെയിൽവേ ട്രാക്ക് മാത്രമാണ്. അതിലേ പോകുന്ന ഒരു ടോയ് ട്രെയിൻ മാത്രമേ ഉള്ളൂ. ആ ട്രെയിൻ മാത്രമേ ഉള്ളൂ അവിടെ. അപ്പോൾ ഇത് നമുക്ക് വളരെ ഫ്രീ ആണ്. എനിക്കൊന്ന് മലയാളികൾ വളരെ കുറച്ച് പോകുന്ന സ്ഥലമാണ് മാത്തേരാൻ. ലോണാവാല കുറച്ച് പേരെങ്കിലും പോകുന്നുണ്ടാകും. അപ്പോൾ ഈ സ്ഥലങ്ങളെക്കുറിച്ചുള്ള കുറിപ്പുകൾ എഴുതി വെച്ചപ്പോഴാണ് DC ബുക്സ് അത് കണ്ടു. അപ്പോൾ DC ബുക്സ് പറഞ്ഞാൽ നമുക്ക് ഇനി ഒരു യാത്രാവിവരണമാക്കാം. അപ്പം അന്നേ വരെ മലയാളത്തിൽ ഒരു സിവിൽ സർവീസ് ഓഫീസറുടെ യാത്രാവിവരണം ഇറങ്ങിയിട്ടില്ല. അപ്പോൾ DC തന്നെ എൻ്റെ ഒരു സുഹൃത്ത് അതിൻ്റെ പേരിട്ടു, മരങ്ങൾ ഓടുന്ന വഴിയെ. അങ്ങനെയാണ് ആ യാത്രാവിവരണം ഉണ്ടാകുന്നത്. പിന്നീട് ഞാൻ
ഈ പല സ്ഥലങ്ങളിൽ നിന്ന് കഴിച്ച ഭക്ഷണം, ഇപ്പം ഉദാഹരണത്തിന് അവധ് ബിരിയാണി, ലക്നൌവിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒന്നാണ് അവധ് ബിരിയാണി. അതേപോലെ ഡിണ്ടിക്കൽ ബിരിയാണിയൊക്കെ ഇപ്പോൾ വളരെ വ്യാപകമായി. തലപ്പാക്കട്ടി ബിരിയാണി, ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് കഴിച്ച ഭക്ഷണങ്ങൾ, അതും ഈ സിവിൽ സർവീസ് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പം ഞാൻ അതിനെക്കുറിച്ചുള്ള കുറിപ്പുകളൊക്കെ എഴുതി വെക്കുമായിരുന്നു. ഇപ്പോൾ കൊടൈക്കനാലിൽ പോകുമ്പം നമ്മളെല്ലാവരും കൊടൈക്കനാലിൽ പോകാറുണ്ട്. പക്ഷേ അവിടെ ഒരു ബോർമയുണ്ട്, അവിടെ മനോഹരമായ ഒരു കേക്ക് കിട്ടും. അതെനിക്കറിയില്ല. അവിടെയുണ്ട്. നിങ്ങളൊരു പക്ഷേ ഐസ്ക്രീം അവിടെ നിന്നുള്ള ഇത് കഴിച്ചിട്ടുണ്ട്, ചോക്ലേറ്റ് കഴിച്ചിട്ടുണ്ടോ? ചെറിയ ചോക്ലേറ്റ് ഐസ്ക്രീമൊക്കെ അവിടെ കിട്ടുന്നുണ്ടാവും. പക്ഷെ അവിടെ ഒരു ബോർമയുണ്ട്, വളരെ പുരാതനമായ ഒരു ബോർമയുണ്ട്. അവിടെ കിട്ടുന്ന കേക്ക് വളരെ സ്പെഷ്യലാണ്. എന്തെങ്കിലും പേരുണ്ടോ? അത് കൊടൈക്കനാലിൽ തന്നെ കിട്ടുന്നതാണ്. അത് വളരെ ഫേമസ് ആയ ഒരു അവിടുത്തെ തന്നെ ലോക്കലായിട്ടുള്ളതാണ്. ഞാൻ അതുപോലെ എർക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി. എർക്കാടും ഇതേപോലെ ഒരു ബോർമയുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് ഹിൽ ടൗണുകളിലെല്ലാം ഇത്തരത്തിലുള്ള ചില ബോർമകളുണ്ട്. അവിടെ തന്നെ കിട്ടുന്ന ചെറിയ സ്റ്റാർ കേക്ക്, സ്റ്റാർ ഫിഷ് പോലെയുള്ള സ്റ്റാർ കേക്കുകളുണ്ട്. അപ്പം ഇതൊരു വലിയ വ്യത്യസ്തമുള്ള സ്ഥലം. അതേപോലെ ഞാൻ മുംബൈയിൽ ചെന്നപ്പം ഇറാനി ചായ എന്ന് പറഞ്ഞിട്ട് ചായയുണ്ട്, സ്പെഷ്യൽ ചായ. വടാപ്പാവ് എല്ലാവരും മുംബൈ പോയി കഴിക്കുന്നവരാണ്, പക്ഷെ അതിൻ്റെ കൂടെ ഇറാനി ചായ കുടിക്കുന്നവർ വളരെ കുറവാണ്. അതേപോലെ നോർത്ത് ഈസ്റ്റിൽ വീണ്ടും ആസാമിൽ പോയപ്പം, അല്ലെങ്കിൽ ഗാങ്ടോക്കിൽ പോയപ്പം അവിടുത്തെ സ്പെഷ്യൽ ഹെർബൽ ടീ ഉണ്ട്. അപ്പോൾ ഇതൊന്നും നാട്ടുകാർക്ക് ഇതൊന്നും അറിയില്ല. ഞങ്ങൾ സിവിൽ സർവീസിൻ്റെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് കഴിച്ച ഭക്ഷണങ്ങളുടെ ഒരു വലിയ കുറിപ്പ് ഞാൻ എഴുതി. അപ്പോഴാണ് മനോരമയിൽ നിന്ന് ചോദിക്കുന്നത്, ഇതിനെ നമുക്ക് എന്തുകൊണ്ടൊരു ഭക്ഷണ പുസ്തകമാക്കി കൂടാം. അങ്ങനെ ഞാൻ ഒരു ഭക്ഷണ പുസ്തകമാക്കി മാറ്റി. അങ്ങനെ എൻ്റെ സിവിൽ സർവീസ് ജീവിതം ഞാൻ കണ്ടത് വെച്ചിട്ട് ഞാൻ തന്നെ അതിനെ ഒരു ഫിക്ഷണലൈസ് ചെയ്ത് എഴുതുന്നതാണ് ഈ പുസ്തകങ്ങളെല്ലാം. ഇതിപ്പോൾ എനിക്ക് എൻ്റെ 10ാമത്തെ പുസ്തകമാണ്. ആദ്യത്തെ പുസ്തകം മാതൃഭൂമി തന്നെ പബ്ലിഷ് ചെയ്ത പാഠം 1 ആത്മവിശ്വാസം. അത് ഈ ചോദ്യം തന്നെ, ഹൗ ഡിഡ് യു, എങ്ങനെയാണ് സിവിൽ സർവീസുകാരനായി എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ് എങ്ങനെ സാധിക്കുന്നു. 2ാമത്തെ പുസ്തകം DC ഇറക്കിയതാണ്. സിവിൽ സർവീസുകാരനെ എങ്ങനെ നിങ്ങൾക്ക് സിവിൽ സർവീസ് നേടാം എന്ന് പറഞ്ഞ് DC ഇറക്കിയ പുസ്തകമാണ്. പിന്നീട് മനോരമ ഇറക്കിയ തീന്മേശക്കുറിമാൻ, അതൊരു ഫുഡ് ഫിക്ഷനാണ്. അതിനകത്ത് എൻ്റെ ബാച്ച്മേറ്റ്സിൻ്റെ കഥകളും ഞങ്ങൾ ട്രെയിനിങ് ചെയ്ത കഥകളും അതിനോടൊപ്പം കഴിച്ച ഭക്ഷണവും അതെല്ലാം കൂടെ വെച്ചിട്ടൊരു പുസ്തകമാണ്. ദെൻ മാർഗരീറ്റ ഞാൻ പറഞ്ഞു ആസാമിൻ്റെ കഥയാണ്. അത് അവിടുത്തെ കൽക്കരി ഖനിയും തേയിലക്കാടിനെയും കുറിച്ചുള്ള കഥകളാണ്. അതും കേരളവും തമ്മിലുള്ള സാമ്യം. ദെൻ അതിന് തൊട്ട് മുമ്പ് ഇറങ്ങിയ ഒരു പുസ്തകമാണ് എലിമിനേഷൻ റൗണ്ട്. അത് മാതൃഭൂമിയാണ് പബ്ലിഷ് ചെയ്തത്. അത് സിവിൽ സർവീസ് ഇൻ്റർവ്യൂ ബോർഡ്, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്മാത്രയിലെ ഇൻ്റർവ്യൂ ബോർഡ് അല്ല. ഈ ചില ആളുകൾ പറയാറുണ്ട്, ഇപ്പോൾ വാട്സപ്പിലൊക്കെ തമാശയ്ക്ക് വേണ്ടി ആളുകൾ ഫോർവേഡ് ചെയ്യാറുണ്ട്, UPSC ചോദിച്ച ചോദ്യമാണ്, ഇൻ്റർവ്യൂ ചോദിച്ച ചോദ്യമാണ്, ഒരു ഫ്രിഡ്ജിൽ ആനയെ എങ്ങനെ വെക്കാം, ഒരു മുട്ട തറയിൽ വീണാൽ എന്ത് സംഭവിക്കും, മുട്ടയാണോ ആദ്യം ഉണ്ടായത് അതോ കോഴിയാണോ ആദ്യമുണ്ട്, ഇങ്ങനത്തെ ചില രസകരമായ ചോദ്യങ്ങൾ ആളുകൾ IAS ചോദ്യങ്ങൾ എന്ന് പറഞ്ഞ് വാട്സാപ്പിലൂടെ ഫോർവേഡ് ചെയ്യാറുണ്ട്. പക്ഷേ ഇതൊന്നും അല്ല UPSCയുടെ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. അങ്ങനെയൊന്നും ഒരിക്കലും അവർ ചോദിക്കുക. അങ്ങനത്തെ ഇറലവൻ്റായ കാര്യങ്ങളൊന്നും, ഈവൻ ഇന്നത്തെ പത്രത്തിൻ്റെ തലക്കെട്ട് എന്താണ്, ഇന്ന് അതൊന്നും അല്ല ചോദിക്കുന്നത്. നമ്മൾ ഇപ്പോൾ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്, ഇപ്പം നമ്മൾ ഇട്ടിരിക്കുന്ന വസ്ത്രമോ, ഇപ്പം നിങ്ങൾ തൊപ്പി വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ കുറി ഇട്ടിരിക്കുന്നു, നിങ്ങൾ കയ്യിൽ വെച്ച് അരട് വെക്കുന്നു, ഇതിനെക്കുറിച്ചുള്ള പേഴ്സണലൈസ് ആയിട്ട് ഒരു ചോദ്യവും UPSC ചോദിക്കുന്നത്. വളരെ മാന്യമായിട്ടാണ് അവർ ഇടപെടുന്നത്, വളരെ മാന്യമായിട്ട്. അതായത് നമ്മളുടെ ഒപ്പീനിയൻ ബേസ്ഡ് ആയിട്ടുള്ള, ഫാക്ട്സ് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമേ അവർ ചോദിക്കത്തുള്ളൂ. അല്ലാതെ ഇങ്ങനത്തിലുള്ള പൈങ്കിളി ചോദ്യങ്ങൾ, അത് ഈ പൈങ്കിളി നമ്മുടെ ആളുകൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്നോട് ചോദിച്ച ചോദ്യങ്ങളും ബാക്കിയുള്ള ബാച്ച്മേറ്റ്സിനോട് ചോദിച്ച ചോദ്യങ്ങളും നമുക്കറിയാൻ പറ്റും. അപ്പോൾ അതിനെ വെച്ചിട്ട് ഒരു ക്രൈം ത്രില്ലർ ഫോർമാറ്റിൽ ഒരു നോവൽ എഴുതി, അതാണ് മാതൃഭൂമി പ്രസിദ്ധീകരിച്ച എലിമിനേഷൻ റൗണ്ട്. അപ്പോൾ ഇങ്ങനെ സർവീസുമായിട്ട് ചേർന്ന് നിൽക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത്, പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക് അറിയാത്ത കുറച്ച് കാര്യങ്ങൾ സർവീസിനകത്തുണ്ട്. എന്നുവെച്ചാൽ രഹസ്യാത്മക സൂക്ഷിക്കുന്ന കാര്യങ്ങളല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഞങ്ങൾ പ്രസിഡൻറ്റ് വിസിറ്റിന് പോയി, രാഷ്ട്രപതി ഭവൻ വിസിറ്റിന് പോയി. അപ്പോൾ അവിടെ അവരുണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ വിഭവമുണ്ട്. അത് പ്രസിഡൻസ് ഭവനിൽ മാത്രം ഉണ്ടാക്കുന്ന, അവിടുത്തെ കുക്ക് മാത്രം വിഭവം ഉണ്ടാക്കുന്നതാണ്. അത് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും. റൈസീന ഹിൽസിലാണ് രാഷ്ട്രപതി ഭവൻ നിൽക്കുന്നത്. അതിൻ്റെ പേരിൽ അവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനത്തെ പല പ്രിവിലേജസും നമുക്ക് ഈ പൊതുജനത്തിന് കിട്ടാത്ത പല രഹസ്യങ്ങളും ഈ സിവിൽ സർവീസ് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട്, പിന്നെ വേറെ കുറച്ച് ഒഫീഷ്യൽ സീക്രട്സ് ഉണ്ട്, അതൊന്നും വെളിയിൽ പറയാൻ പറ്റില്ല. പക്ഷേ ഇത് മാത്രമല്ല, ഇത് 2 കൊല്ലത്തെ ട്രെയിനിങ് ജീവിതമാണ്. അതിനുശേഷം നമ്മൾ ഡെയിലി എടുക്കുന്ന തീരുമാനങ്ങൾ, പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇറ്റ് ഈസ് നോട്ട് ദ ഡെസ്റ്റിനേഷൻ, ഇറ്റ് ഈസ് ബേസിക്കലി ദ ട്രാവലിംഗ് ദാറ്റ് യു ഹാവ് ടു എൻജോയ്. നിങ്ങൾ ഒരു പരീക്ഷ ജയിച്ചു എന്നുള്ളതല്ല, ആ പരീക്ഷയിലേക്ക് എത്തപ്പെടാൻ നിങ്ങൾ എടുത്തൊരു എഫർട്ടുണ്ട്. ആ പരീക്ഷ ക്ലിയർ ചെയ്യുന്നതിന് ശേഷമുള്ള ഒരു ട്രാവലിംഗ് ഉണ്ട്. ആ ട്രാവലിംഗ് നിങ്ങൾ എൻജോയ് ചെയ്യണം ബേസിക്കലി. അപ്പോൾ അത് എൻജോയ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ജോലിയെ ഒരു ആളുകൾക്കുള്ള ഒരു ഹെൽപ്ഫുൾ സോഴ്സായിട്ട് ഇതിനെ കാണാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് സിവിൽ സർവീസ് കിട്ടി, ഒരു റാങ്ക് കിട്ടി, ഒരു സർവീസ് കിട്ടി എന്നുള്ളത് കൊണ്ട്
നിങ്ങളുടെ ഒരു താല്പര്യം അവിടെ നിന്ന് പോകരുത്, മറിച്ച് അത് തുടർന്നുള്ള സർവീസിലും അത് കാണിച്ചുകൊണ്ടേയിരിക്കണം. അതുകൊണ്ട് അത് എക്സ്പ്രസ് ചെയ്യാനുള്ള പല വഴികളുണ്ട്. ഒന്ന് നിങ്ങളുടെ തീരുമാനങ്ങൾ, രണ്ട് എഴുത്ത്, സോഷ്യൽ ഇൻട്രാക്ഷൻസ്, അതൊക്കെ ചെയ്യാവുന്നതാണ്. അതേപോലെ നമ്മുടെ യങ്ങർ ജനറേഷനെ മോട്ടിവേറ്റ് ചെയ്യുക. ഞാൻ സിവിൽ സർവീസിൽ വന്ന് ക്ലിയർ ചെയ്ത ഒരു വർഷത്തിനുള്ളിൽ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി സൗജന്യമായിട്ട് സിവിൽ സർവീസ് ട്രെയിനിങ്ങിന് കൊടുക്കാൻ വേണ്ടി ഒരു പ്രോഗ്രാം തുടങ്ങി. വോക്ക് വിത്ത് എ സിവിൽ സർവൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാമാണ്. അതായത് 7, 8, 9 ക്ലാസ്സുകളിലെ കുട്ടികളെ ബേസിക്കലി അവർക്കൊരു അവയർനെസ് ഉണ്ടാക്കുക. കാരണം ഞാൻ മനസ്സിലാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ഇതൊക്കെ തേടി കണ്ടുപിടിച്ചിരുന്നു. അന്നത്തെ കാലത്ത് ഇതൊന്നും അവൈലബിൾ അല്ലായിരുന്നു. ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഇതെല്ലാം അവൈലബിൾ ആണ്, പക്ഷേ ഇൻഫർമേഷൻ ഓവർലോഡഡ് ആണ്. അപ്പോൾ അതിൽ നിന്ന് ഏതാണ് ബെസ്റ്റ് എന്ന് കുട്ടികൾക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അന്ന് ഈ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഒരു വലിയ കടന്നുകയറ്റമുണ്ട്. ഈ ലക്ഷക്കണക്കിന് രൂപ ഫീസ് കൊടുത്ത് ചെറിയ ക്ലാസ്സുകളിലെ തൊട്ടേ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളൊരു വലിയൊരു സിസ്റ്റം കേരളത്തിൽ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെതിരെ ഒരു ബദൽ എന്ത്? അങ്ങനെയാണ് ഞാൻ 7, 8, 9 ക്ലാസ്സുകളിലെ കുട്ടികളെ ഒരു ബെസ്റ്റായിട്ടുള്ള 30 കുട്ടികളെ സെലക്ട് ചെയ്തിട്ട് ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്തിട്ട് അവരുടെ പല സ്കിൽസ് ചെക്ക് ചെയ്തതിന് ശേഷം ഈ കുട്ടികളെ സൗജന്യമായിട്ട് പഠിപ്പിക്കുക. അങ്ങനെ ഞാൻ 3 ജില്ലകൾ ചെയ്തു. പത്തനംതിട്ട ചെയ്തു, കാസർഗോഡ് ചെയ്തു, കണ്ണൂർ ചെയ്തു, പിന്നെ 2ാം ഘട്ടത്തിൽ കൊല്ലത്ത് ചെയ്തു, വീണ്ടും പത്തനംതിട്ടയിൽ ഒരു ബാച്ചും കൂടി ചെയ്തു. അപ്പോൾ അതിനകത്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. കാരണം ഈ കുട്ടികളെല്ലായ്പ്പോഴും ആ ഏജിൽ അവർ സിവിൽ സർവീസ് ഓറിയൻറ്റേഷന് അവർക്ക് ജസ്റ്റ് ഒരു ബിഗിനിങ് മാത്രമായിരിക്കും. പിന്നെ 10, 11, 12 ക്ലാസ്സുകളിലൊക്കെ അവരെപ്പോഴും ബിസി ആയിരിക്കും. അവരുടെ ആനുവൽ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് തിരക്കായിരിക്കും. +1 ഉം +2 ഒക്കെ കുട്ടികൾ എൻട്രൻസ് കോച്ചിങ്ങിൻ്റെ പുറകെയൊക്കെ ആയിരിക്കും. അപ്പോൾ ഡിഗ്രി കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള കരിയർ ഉണ്ട്. ദേ ക്യാൻ എയ്തർ ഗോ ഫോർ പ്രോപ്പർ സിവിൽ സർവീസ് കോച്ചിങ്. പക്ഷേ ചെറിയ ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് എന്തൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള സ്കിൽസ്, ഞാൻ ഈ പറഞ്ഞ ലോജിക്കൽ സ്കിൽസ്, റീസണിങ് സ്കിൽസ്, അനലിറ്റിക്കൽ സ്കിൽസ്, ദെൻ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, അതോടൊപ്പം തന്നെ സോഷ്യൽ ഇൻട്രാക്ഷൻ സ്കിൽസ്, ഇതൊന്നും ചെറിയ ക്ലാസ്സുകൾ നമ്മളെ പഠിപ്പിക്കുന്നില്ല. നമ്മുടെ കരിക്കുലത്തിൽ ഇതൊക്കെ ഇൻഡയറക്റ്റ്ലി കുറച്ച് പോർഷൻസ് തൊട്ട് പോകുന്നേ ഉള്ളൂ. മറിച്ച് നമ്മളെല്ലാവരും പറയുന്നത് പത്രം വായിക്കുക, പുസ്തകം വായിക്കുക, ഇതൊന്നും കുട്ടികൾക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങളാണ്. പല കുട്ടികൾക്ക് ഇതൊന്നും താല്പര്യമില്ല, വളരെ കുറച്ച് കുട്ടികൾക്ക് മാത്രമേ താല്പര്യം കാണത്തുള്ളൂ. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ട് ഇതിൽ നിന്ന് അകന്നു പോകുന്ന ഒത്തിരി പേരുണ്ട്. ഒരുപക്ഷേ ഇതിനെക്കുറിച്ചൊക്കെ വളരെ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഒരു കരിയർ പ്രോപ്പറായിട്ട് ഫോം ചെയ്യാൻ പറ്റും. കുട്ടികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവർക്ക് ചിലപ്പം അരിതമെറ്റിക് സ്കിൽസ് ആയിരിക്കും കൂടുതലും. അങ്ങനെയുള്ള ഒരാളെ നിങ്ങൾ ക്രിയേറ്റീവായ ഒരു ഫീൽഡിൽ കൊണ്ടുവന്നിട്ട് കാര്യം അയാൾ പെർഫോം ചെയ്യില്ല. ഒരുപക്ഷെ അയാളുടെ റൈറ്റ് ബ്രെയിൻ ആയിരിക്കും ആക്റ്റീവ്, അത് കുറച്ച് ക്രിയേറ്റീവ് സ്കിൽസ് ഉള്ള ആളായിരിക്കും. അങ്ങനെയുള്ള ഒരാളെ നിങ്ങളൊരു എഞ്ചിനീയറിംഗ് സബ്ജക്റ്റോ അല്ലെങ്കിൽ നിങ്ങളൊരു മെഡിക്കൽ സബ്ജക്റ്റോ പഠിപ്പിച്ചാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ഉദാഹരണത്തിന്, നിങ്ങളൊരു സിനിമാ നടനാവേണ്ട നിവിൻ പോളിയെ ഒരു എഞ്ചിനീയർ ആക്കുകയും നിങ്ങളൊരു സംവിധായകനാവേണ്ട ബേസിൽ ജോസഫിനെ നിങ്ങൾ പിടിച്ചിട്ട് ഒരു ഡോക്ടറാക്കാൻ ശ്രമിക്കുന്നത് പോലെയുള്ള വ്യത്യാസമായിരിക്കും ഇങ്ങനത്തെ ഈ കുട്ടികളുടെ സ്കിൽസ് വളരെ ചെറുപ്പത്തിലെ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം. ഇതൊക്കെ കൂടുതലും ഞങ്ങൾ സിവിൽ സർവൻസിന് ചെയ്യാം, പക്ഷേ ടീച്ചേഴ്സിനും പോളിസി മേക്കേഴ്സിനും ഒക്കെ ഒരു വലിയ റോളുണ്ട് ഇത്തരം കാര്യങ്ങളിൽ. മലയാള ഭാഷ ക്ലാസിക്കൽ പദവി കിട്ടിയ 2012 അതെ, സിവിൽ സർവീസ് ക്രാക്ക് ചെയ്യണം. അതും 9 സബ്ജക്റ്റും മലയാളത്തിൽ എഴുതിയിട്ട്. അതെ, നമ്മൾ പണ്ട് സ്കൂളിൽ ONV സാറിന്റെ കവിത പഠിച്ചിട്ടുണ്ടാവും. അതെ, ആ ONV സാറ് പറഞ്ഞു ഇത് മലയാള ഭാഷയ്ക്ക് കിട്ടിയ ഫസ്റ്റ് റാങ്ക് ആണെന്ന്, അതെ. 1ാം സ്ഥാനമാണെന്ന്. അത് കേട്ടപ്പം ഹൗ ഡിഡ് യു? ശരിക്കും അഭിമാനം തോന്നി. കാരണം ഞാൻ 8ാം ക്ലാസ്സിലെ ഒരു കവിതാ മത്സരത്തിൽ പങ്കെടുത്തിട്ട്, അതും എൻ്റെ മാത്സ് ടീച്ചറും ഫിസിക്സ് ടീച്ചറും കെമിസ്ട്രി ടീച്ചറും കൂടിയാണ് ആ കവിത ഇവാലുവേറ്റ് ചെയ്തത്. കാരണം എൻ്റെ മലയാളം ടീച്ചർ ആ കാലത്ത് അവധിയിലായിരുന്നു. അപ്പോൾ നിങ്ങൾ ആലോചിച്ചോ, ഈ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി ഈ ടീച്ചർമാരുടെ ഒരു വലിയ കോമ്പിനേഷൻ പറഞ്ഞാൽ ഇവർക്ക് സാഹിത്യവുമായിട്ട് യാതൊരു ബന്ധവും കാണില്ല. അപ്പോൾ ഇവരെൻ്റെ കവിത വായിച്ചിട്ട് എനിക്ക് 1ാം സ്ഥാനം തന്നു. അപ്പോൾ ഈ 3 വിഷയങ്ങളിൽ ഞാൻ അത്യാവശ്യം പെർഫോം ചെയ്യുന്ന ഒരാളാണ്. എന്നിട്ട് ഇവരെൻ്റെ ക്ലാസ്സിൽ വന്നിട്ട് ചോദിച്ചിട്ട് നീ കവിത എഴുതുമോ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ടീച്ചറെ അത്യാവശ്യം എഴുതും. അപ്പോൾ എന്നോട് പറഞ്ഞു അങ്ങനെ ഒരു സ്കില്ലുണ്ടെങ്കിൽ നീ അത് ഡെവലപ്പ് ചെയ്തെടുക്കണം. എന്നിട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയാണ് എൻ്റെ ഫിസിക്സ് ടീച്ചർ. ആ ടീച്ചർ ഞങ്ങളുടെ സ്കൂളിൽ ഒരു ടെററായിരുന്നു. ടെറർ മീൻസ് ലിറ്ററലി ഈ അടി ഉണ്ടാകുന്നൊരു കാലം ഉണ്ടല്ലോ, ചൂരലടി ഉണ്ടാകുന്നൊരു കാലം. ആ ടീച്ചർ ഈ നമ്മുടെ ഈ കൈയുടെ വിരൽ തിരിച്ചു വെച്ചിട്ട് അടിക്കുന്ന ടീച്ചറായിരുന്നു. അകത്തല്ല, പുറത്തടിക്കുന്ന ടീച്ചറാണ്. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ടു എവരി ആക്ഷൻ ദെയർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ, ന്യൂട്ടൺസ് 3rd law. ഇതിൻ്റെ 2 അങ്ങോട്ട് മാറിയാലോ എവരി ഇങ്ങോട്ട് മാറിയാലോ ടീച്ചർ അടിച്ചിരിക്കും. അപ്പോൾ ചിലപ്പം ഇനി 2ാം ഘട്ടത്തിൽ, ഇപ്പോൾ 1ാമത്തെ തവണ നമ്മൾ തെറ്റിച്ചു, 2ാം ഘട്ടത്തിൽ വേറൊരു ചോദ്യം കൂടെ തെറ്റിച്ച് കഴിഞ്ഞാൽ ടീച്ചർ ഇവിടെയല്ല അടിക്കുന്നത്, കാലിൻ്റെ ഇവിടുത്തെ ഈ മുട്ടുചിരട്ട ഇവിടെ ഈ ഭാഗം ഉണ്ടല്ലോ അവിടെയാണ് അടിക്കുന്നത്. അപ്പോൾ ഈ ടീച്ചറിൻ്റെ ഈ അടി പേടിച്ചിട്ട് ഒരുമാതിരിപ്പെട്ട എല്ലാവരും ക്ലാസ്സിൽ ഒന്നെങ്കിൽ സൈലൻറ്റ് അല്ലെങ്കിൽ പഠിച്ചിട്ട് മിണ്ടാതിരിക്കും. അപ്പോൾ ഈ ടീച്ചറാണ് എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞത്, നിനക്ക് മലയാളത്തിൽ കവിത എഴുതാൻ താല്പര്യം ഉണ്ടെങ്കിൽ നീ തുടർന്ന് എഴുതണം എന്നോട് ഈ ടീച്ചറാണ് പറഞ്ഞത്. പക്ഷേ എന്നോട് പറഞ്ഞു, ബട്ട് എ കോഷൻ, പരീക്ഷയ്ക്ക് മാർക്ക് കുറയ്ക്കരുത്. എന്നിട്ട് ആ ടീച്ചർ, എനിക്ക് ഓർമ്മയുണ്ട്, ആ ടീച്ചർ
ഒരു ബുക്ക് ഫെസ്റ്റിന് പോയിട്ട് ONV കുറുപ്പ് സാറിൻ്റെ ഭൂമിക്കൊരു ചരമഗീതം എന്ന പുസ്തകം മേടിച്ച് ഒരു ഗിഫ്റ്റായിട്ട് എനിക്ക് കൊണ്ടു തന്നു. ഒരു ഫിസിക്സ് ടീച്ചറാണെന്ന് ആലോചിക്കണം. ഫിസിക്സ് ടീച്ചർ സമ്മാനം തന്ന ഭൂമിക്കൊരു ചരമഗീതം എന്ന് പറയുന്നൊരു പുസ്തകം ഞാൻ എൻ്റെ കവിതകളെല്ലാം കാണാതെ പഠിക്കുന്നു. പിന്നീട് വർഷങ്ങൾ കഴിയുന്നു, സിവിൽ സർവീസ് കിട്ടുന്നു. അപ്പം നമ്മൾ കാണാതെ കവിതകൾ പഠിച്ച ഒരു പുസ്തകം ഒരു നിധിയായിട്ട് കൊണ്ടു നടന്ന ഒരു എഴുത്തുകാരൻ ONV സാറ് പിന്നീട് ഒരു നിമിഷത്തിൽ പറയുകയാണ്, ഇത് മലയാളത്തിൻ്റെ 1-ാം റാങ്കാണ്. അന്ന് കേരളത്തിനാണ് സിവിൽ സർവീസിലെ 1-ാം റാങ്ക് കിട്ടുന്നത്. എന്നിട്ട് മലയാളത്തിൻ്റെ 1-ാം റാങ്ക് എന്ന് അദ്ദേഹം പറയുമ്പോൾ അതൊരു വലിയ, എനിക്ക് കിട്ടിയ ഒരു വലിയ ബഹുമതിയാണ്. ഒരു ബാങ്ക്, ആദ്യം ജേർണലിസ്റ്റ് ആയിരുന്നു, ജേർണലിസ്റ്റ് ആയിരുന്നു, പിന്നെ ബാങ്ക് എംപ്ലോയി ബാങ്ക് ആയിരുന്നു, എംപ്ലോയി ആയിരുന്നു. പിന്നെ IAS IRS, അങ്ങനെ അല്ല നമ്മള് ഞാൻ പറയത്. അപ്പോൾ ഒരു നോർമൽ മാൻ ടു ഒരു സൂപ്പർമാൻ. അങ്ങനെയൊന്നുമില്ല. സൂപ്പർമാൻ എന്നൊന്നും അതിനെ നമുക്ക് ഇത് ഞാൻ ഒരു സൂപ്പർ ജേണിയാ. ഒരു ഞാൻ പറഞ്ഞല്ലോ, ഡെസ്റ്റിനേഷനേക്കാൾ കൂടുതൽ ഞാൻ ജേർണിയിൽ വിശ്വസിക്കുന്ന ഒരാളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിലുപരി ഇത് പലതരത്തിലുള്ള ക്രൈസിസിനും ചലഞ്ചസും ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് PSCയിൽ മലയാളം അസിസ്റ്റൻറ്റ് പ്രൊഫസർ കിട്ടിയിട്ട് ഞാൻ അത് വേണ്ട എന്ന് വെച്ച് 2 ബാങ്ക് ഓഫീസർമാരുടെ പോസ്റ്റിങ്, അതായത് ബാങ്ക് ഓഫ് ബറോഡയുടെയും യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും ഓഫീസർ പോസ്റ്റും വേണ്ടെന്ന് വെച്ചിട്ട്, അതേപോലെ തന്നെ സ്റ്റേറ്റ് ബാങ്കിൻ്റെ അവിടുത്തെ ഒരു കംഫർട്ടായിട്ടുള്ള ഒരു പോസ്റ്റിംഗ് ആയിരുന്നല്ലോ, വീടിനടുത്തായിരുന്നു പോസ്റ്റിംഗ്, അത് കളഞ്ഞിട്ട് ഞാൻ സിവിൽ സർവീസ് കോച്ചിങ്ങിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നു, തനിയെ പഠിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നു. ഇങ്ങനെ ഒരു റാങ്ക് മേടിച്ചിട്ട് ഒരു സർവീസിൻ്റെ ഭാഗമാകുന്നു. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാനിങ്ങനത്തെ റിസ്കി ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തില്ലായിരുന്നെങ്കിൽ ഞാൻ പിന്നീട് സിവിൽ സർവീസ് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ട്രെയിനിങ് അക്കാഡമി ചെല്ലുന്ന സമയത്ത് എനിക്കൊരു ഓഫർ ലെറ്റർ കിട്ടി. കേരള PSC ഞാൻ 8 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു പരീക്ഷ, ജലഗതാഗത വകുപ്പിൽ പിയൂണായിട്ട് എന്നെ പോസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഓഫർ ലെറ്ററാണ്. അപ്പോൾ ഞാൻ ആലോചിച്ച ഇതാണ്, ഞാൻ എത്രയധികം മുന്നോട്ട് വന്നു എന്ന് ഒരുപക്ഷെ കേരള PSCക്ക് പോലും മനസ്സിലായിട്ടില്ല. ഞാൻ അവരുടെ തന്നെ പല പരീക്ഷകളിലും റാങ്ക് മേടിച്ച് മുന്നോട്ട് വരികയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഈ എടുത്ത എഫർട്ട്സ്, പലതരത്തിലുള്ള പരീക്ഷകൾ എഴുതുക, പലതരത്തിലുള്ള ഇൻ്റർവ്യൂസിന് അപ്പിയർ ചെയ്യുക, വീണ്ടും എന്നെ സ്വയം പുതുക്കിക്കൊണ്ടിരിക്കുക എന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റീസ് എന്നേ ഉള്ളൂ. അല്ലാതെ ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ചൊരു ഒരു കരിസ്മാറ്റിക് കണ്ടൻറ്റോ അല്ലെങ്കിൽ ഒരു ആക്ട് ഓഫ് ഒരു അനദർ ഒരു വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ലക്ക് ഫാക്ടറോ ഒന്നും ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടില്ല. ഇപ്പോൾ പുസ്തകങ്ങൾ എഴുതുന്നു, അത് എൻ്റെ സർവീസ് ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ എഴുതുന്നു, പബ്ലിക് ഫങ്ഷൻസിൽ പങ്കെടുക്കുന്നു, ആളുകളോട് ഇൻട്രാക്ട് ചെയ്യുന്നു, കുട്ടികൾക്ക് വേണ്ടി വർക്ക് വിത്ത് എ സിവിൽ സർവൻ്റ് ഫ്രീ സിവിൽ സർവീസ് ട്രെയിനിങ് പ്രോഗ്രാം നടത്തുന്നു. ഇതൊക്കെ എനിക്ക് കിട്ടാതെ പോയ കാര്യങ്ങൾ ഞാൻ ആളുകൾക്ക് തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ചുമതല. അല്ലാതെ ഹൗ ഡിഡ് യു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ജസ്റ്റ് മൈ ഡ്യൂട്ടി ടു ദ മാൻ കൈൻഡ്, ദാറ്റ്സ് ഓൾ. എന്തായാലും പറയുക ഭയങ്കര ഇൻസ്പിറേഷണൽ ആയിട്ടൊരു ജേണിയാണ്. കാരണം നമ്മളെ എപ്പോഴും ഒരു അതൊരു വളരെ കൃത്യമായ കാര്യമാണ്. കാരണം ഞാൻ മാതൃഭൂമിയുടെ പുസ്തകം എഴുതുന്ന സമയത്ത് അതിൻ്റെ ആമുഖത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ പുസ്തകം ഞാൻ എഴുതുന്നത് എനിക്കെന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടല്ല. കാരണം ഈ പുസ്തകം വായിച്ചിട്ട് ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു കുഗ്രാമത്തിൽ ഒരു മണ്ണെണ്ണ വിളക്കിൻ്റെ ചുവട്ടിലിരുന്ന്, എൻ്റെ വീട്ടിൽ ഇലക്ട്രിസിറ്റി വരുന്നത് ഞാൻ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്താണ്. അതിന് മുമ്പ് മണ്ണെണ്ണ വിളക്കിൻ്റെ ചുവട്ടിൽ നിന്ന് മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ച് പഠിച്ചുകൊണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മണ്ണെണ്ണ വിളക്കിൻ്റെ കീഴിലിരിക്കുന്ന ഒരു യുവാവ് അല്ലെങ്കിൽ ഒരു യുവതി അല്ലെങ്കിൽ ഒരു കൊച്ചുകുട്ടി, ആ കുട്ടി സ്വപ്നം കാണുകയാണ്, എനിക്കും ഇത് പറ്റും. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും മലയാളം മീഡിയത്തിൽ പഠിച്ച് അല്ലെങ്കിൽ ഒരു സർക്കാർ സ്കൂളിൽ പഠിച്ച് ഒരു സാധാരണ ചുറ്റുപാടിൽ നിന്ന് വരുന്ന ഒരാൾക്ക് ഇന്ത്യൻ ബ്യൂറോക്രസിയുടെ ഭാഗമാകാൻ കഴിയും എന്ന് ആ കുട്ടി വിചാരിക്കുന്നിടത്താണ് ഈ പുസ്തകത്തിൻ്റെ വിജയമെന്ന് ഞാൻ പറയുന്നത്. അതുപോലെ ഞാൻ എൻ്റെ ലൈഫിലൂടെയും പറയാൻ ഉദ്ദേശിക്കുന്നതാണ്, നിങ്ങൾക്കും പറ്റും, പറ്റാതിരിക്കാൻ കാരണങ്ങളൊന്നുമില്ല എന്ന് തെളിയിക്കുക മാത്രമാണ് ഞാൻ എൻ്റെ ഈ ലൈഫിലൂടെ അല്ലെങ്കിൽ ഈ ജേർണിയിലൂടെ ചെയ്യുന്നതും ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും. ഇതിനേക്കാൾ മനോഹരമായിട്ട് വേറെ ആളുകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം പുതിയ കാലത്തെ പല ആളുകളും, ഞങ്ങൾ സർവീസിൽ കയറുന്ന കാലത്ത് IPSO IFSO ഒന്നും ഈ വിഷ്വലി ഇമ്പേർഡായ ആളുകൾക്ക് കൊടുക്കാത്തൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പം അവരതിനെ ആ ചലഞ്ചസിനെ മറികടന്ന് വന്നു കഴിഞ്ഞു. പിന്നെ ഞാൻ എല്ലാ കാലത്തും കൊച്ചു കുട്ടികളോട് പറയുന്നത് പോലെ കോമ്പസും ഡിവൈഡറും എടുത്ത് എൻ്റെ ചെറുപ്പകാലത്ത് കളിച്ച് കണ്ണിൻ്റെ കാഴ്ചയൊന്നും കളയരുത്. കാരണം നിങ്ങളുടെ കണ്ണിൻ്റെ കാഴ്ച, കേൾവി ശക്തി, നിങ്ങളുടെ ആരോഗ്യമൊക്കെ നിങ്ങൾക്ക് സിവിൽ സർവീസിൽ വരാൻ വളരെ അത്യാവശ്യപ്പെട്ട ഒരു കാര്യമാണ്. എന്താ പറയുക, അങ്ങനെ ഒരു പ്രശ്നം മറികടന്ന ഒരാളാണ്. മറികടന്നുവെങ്കിലും ഞാൻ പറയുന്നത്, നിങ്ങൾക്കിപ്പോൾ ഒരു ഹയർ ടെക്നിക്കൽ സർവീസ് ഒക്കെ നോക്കണമെങ്കിൽ, ഇപ്പം ഉദാഹരണത്തിന് യു വാണ്ട് ടു ബിക്കം എ പോലീസ് ഓഫീസർ ആൻഡ് യു വാണ്ട് ടു പെർഫോം ഇൻ IPS. അതേസമയം നിങ്ങൾക്ക് കാഴ്ച സംബന്ധമായ, കേൾവി സംബന്ധമായ ഒരു പ്രശ്നം നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് ജന്മന ഉണ്ടെങ്കിൽ ഒരു പക്ഷേ അങ്ങനെയുള്ളൊരു ഇതുണ്ടെന്ന് പറയാം. പക്ഷേ നിങ്ങളുടെ കയ്യിൽ നിന്നുള്ള തെറ്റ് സംഭവിച്ചിട്ട് വരികയാണെങ്കിൽ ലേറ്റർ നിങ്ങൾക്ക് റിഗ്രറ്റിനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കാനിടയാൻ പറ്റരുത്. അതെങ്ങനെയാണ് മാനേജ് ചെയ്തത്? ഹൗ ഡിഡ് യു? അത് ഒരു പക്ഷേ അതിൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു സ്ട്രഗിൾഡ് പീരീഡ് ആയിരുന്നു. 2 years ഞാൻ സ്കൂളിൽ പോയിട്ടില്ല.
പക്ഷേ ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. പക്ഷേ ആ 2 ഇയേഴ്സിൽ ഞാൻ ഹിന്ദി പഠിച്ചു, ഇംഗ്ലീഷ് പഠിച്ചു, ഇഷ്ടംപോലെ പുസ്തകങ്ങൾ വായിച്ചു. ലോൺലിനെസ്സിനെ എങ്ങനെ ഓവർകം ചെയ്യണമെന്ന് ഞാൻ പഠിച്ചു. അപ്പം അന്ന് വരെ എനിക്ക് ഈ ഹോസ്പിറ്റൽ ജീവിതം, തനിച്ചുള്ള ജീവിതം, വീട്ടുകാരും ബന്ധുക്കളും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ യു വിൽ ബി അലോൺ ഇൻ ദ ഹോസ്പിറ്റൽ വിത്ത് നേഴ്സസ്, ഡോക്ടേഴ്സ്, ഓപ്പറേഷൻ തിയേറ്റേഴ്സ്, കണ്ടിന്യൂസ് ട്രീറ്റ്മെൻറ്റ്. പക്ഷേ അതിനെ ഞാൻ മറികടന്ന് പുസ്തകങ്ങളിലൂടെയാണ്. പിന്നെ 6ാം ക്ലാസ്സിൽ ഞാൻ തിരിച്ചു വരുമ്പം എനിക്ക് ഹിന്ദി അറിയാം, നന്നായിട്ടറിയാം. എനിക്ക് ഇംഗ്ലീഷ് നന്നായിട്ടറിയാം. ഇംഗ്ലീഷ് ഗ്രാമർ നന്നായിട്ടറിയാം. മലയാളം നന്നായിട്ടറിയാം. മലയാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിന് മുമ്പ് വായിച്ചിരുന്നത് ആഴ്ചപ്പതിപ്പുകളിലെ നോവലുകളാണ്. പക്ഷേ ആ 2 കൊല്ലം കൊണ്ട് ഞാൻ ഖസാക്കിൻ്റെ ഇതിഹാസവും എം ടിയുടെയും പത്മനാഭൻ്റെയും പുനത്തിൽ കുഞ്ഞു ഒരുമാതിരിപ്പെട്ട മലയാളത്തിലെ എല്ലാ പുസ്തകങ്ങളും വായിച്ചു തീർക്കാനുള്ള ഒരു പീരീഡ് എനിക്ക് കിട്ടി. ഇംഗ്ലീഷിലെ പുസ്തകങ്ങൾ വായിക്കാനുള്ള ഒരു അവസരം കിട്ടി. ഹിന്ദിയിലെ ചെറിയ ചെറിയ നാടകങ്ങൾ വായിക്കാനും കവിതകൾ വായിക്കാനും. അന്ന് വരെ ഞാൻ പറഞ്ഞില്ലേ, മേം ഉപയോഗിക്കുമ്പോൾ ഹും ഉപയോഗിക്കണം എന്ന് ഹിന്ദി ടീച്ചർ പഠിപ്പിച്ചതിനപ്പുറം, അല്ലെങ്കിൽ നോട്ട് ഓൺലി ഉപയോഗിക്കുമ്പോൾ ബട്ട് ഓൾസോ, ബോത്ത് ഉപയോഗിക്കുമ്പോൾ ആൻഡ് ഉപയോഗിക്കണം തുടങ്ങിയ ഇംഗ്ലീഷ് ഗ്രാമറിനപ്പുറം ഇംഗ്ലീഷിനെ പിടിച്ചെടുക്കാനും ലാംഗ്വേജിനെ പിടിച്ചെടുക്കാനും എനിക്ക് ആ കാലഘട്ടം കഴിഞ്ഞു. ശാരീരികമായ ഒത്തിരി വിഷമതകളുള്ള ആളുകൾ ഉണ്ടായിരിക്കും. പക്ഷേ ഇഫ് യു ആർ തിങ്കിങ് ദാറ്റ് നിങ്ങൾക്കൊരു എന്താണ് ഒരു പ്രോബ്ലം ഉണ്ട് ആൻഡ് യു ഹാവ് ടു ലീവ് വിത്ത് ഇറ്റ് എന്ന് വിചാരിക്കുന്നിടത്ത് നിങ്ങളുടെ പരാജയം തുടങ്ങുന്നു. ഇഫ് യു ആർ ബ്യൂട്ടിഫുള്ളി യൂസിങ് ഇറ്റ് ആൻഡ് യു ആർ ട്രൈങ് ടു ഓവർകം ഇറ്റ് and you are finding another solution for it, then success will reach you. Definitely it will come and touch you. ഈ ഒരു ബ്യൂട്ടിഫുൾ നോട്ടിൽ നമുക്കിത് വൈൻഡപ്പ് അതെ ചെയ്യാം. അതെ അതെ. ഇത് ഹൗ ഡിഡ് യു എന്ന് ചോദിച്ചാൽ സാറുടെ ജീവിതം ഇത് observe മാജിക് ചെയ്ത- ഒന്നും ഇല്ല എന്നാണ് ഞാൻ ബേസിക്കലി പറയാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായി. അല്ല, അതിൻ്റെ ഒരു ആൻസർ ആണ് ശരിക്കും ലൈഫ് കൊണ്ട് കാണിച്ചു തന്നത് നമുക്ക്. അപ്പോൾ ഇനിയും ഇത് തരത്തിലുള്ള ബാക്കിയുള്ളവർക്കും ഹൗ ഡിഡ് യു എന്ന് മറ്റുള്ളവർ ചോദിക്കാൻ ഇടയാകുന്ന തരത്തിലൊരു ഇൻസ്പിറേഷൻ ആവട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.